അവിടുന്ന് നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നുണ്ട്. ഇനി തരൂല എന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും തരൂല. രതീഷിന്റെ സംവിധാനമായി തുടരെ കുട്ടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ട് രതീഷേട്ടന്റെ ദിലീപേട്ടന്റെ തങ്കമണി എത്തുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. ഒന്ന് ചേർന്ന് നിൽക്കണം. ലെറ്റ്സ് ടേക്ക് എ ബ്യൂട്ടിഫുൾ പിക്ചർ. 148ാമത്തെ ചിത്രമായി ചിത്രീകരണം ആരംഭിച്ചു. തങ്കമണി എന്ന പേരിൽ ടൈറ്റിൽ അനൗൺസ് ചെയ്ത് ചില വിഷയങ്ങൾ കാരണം അല്പം വൈകിയാണെങ്കിലും തങ്കമണി എന്ന പേരിൽ തന്നെ മാർച്ച് 7-ാം തീയതി ഈ സിനിമ ലോകമെമ്പാടും റിലീസ് ചെയ്യപ്പെടുകയാണ്. ഇനി എന്നിൽ അർത്ഥമായ കടമയിലേക്ക് വരാം. സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ പേരിലും ഇഫാർ മീഡിയയുടെ പേരിലും ഏവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവരുടെയും സഹകരണം തുടർന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചടങ്ങുകളിലേക്ക് കൈമാറുന്നു. നമുക്കറിയാം, നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ആ ഒരു ദിവസം മാർച്ച് 7. പക്ഷെ മാർച്ച് 7 നമ്മൾ തങ്കമണി തിയേറ്ററിൽ കാണാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഇത് മലയാള സിനിമ ആഘോഷിക്കുന്ന, മലയാള സിനിമകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എല്ലാവരിലേക്കും എത്തിച്ചേർന്നത് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കുറച്ച് മാസങ്ങളായി ഈ തങ്കമണിയെ കുറിച്ച് ഡിസ്കസ് തുടങ്ങിയിട്ട്. പക്ഷെ ഇതിന്റെ ടീസർ ഇറങ്ങിയത് മുതലാണ് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയത്. കാരണം അതിന് കേൾപ്പുള്ള ഒരു ടീച്ചർ ചേർന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളിവിടെ തുടങ്ങുമ്പോൾ അതേ ഒരു പവറിൽ തന്നെ തുടങ്ങണം. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ ഒപ്പം ഇരുന്നുകൊണ്ട്, നമ്മുടെ എല്ലാ ഗസ്റ്റിനോടും ഒപ്പം ഇരുന്നുകൊണ്ട് ലെറ്റ്സ് വാച്ച് ദ ടീസർ ഓഫ് തങ്കമണി. ഞാൻ കേട്ടിരുന്നു എല്ലാ സ്ഥലത്തും രതീഷേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്, ബട്ട് ഒരു ഫിക്ഷണൽ മൂവിയാണ്. എന്താണ് തങ്കമണി? തങ്കമണിയെ കുറിച്ച് ഇനി വിശദീകരിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മുടെ സിനിമ അനൗൺസ് ചെയ്ത്, ടൈറ്റിൽ അനൗൺസ് ചെയ്ത ആ ദിവസം മുതൽ ഇന്ന് വരെ തങ്കമണി ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളും വളരെ ഗംഭീരമായി തന്നെ എന്താണ് തങ്കമണി സംഭവം എന്ന് നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ 1986 ഇടുക്കി ജില്ലയിൽ നടന്ന തങ്കമണി സംഭവത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയ സിനിമയാണ് നമ്മുടെ സിനിമ. ആ നാടനുഭവിച്ച ട്രോമയാണ് നമ്മുടെ സിനിമയുടെ കോർ. അതാണ് തങ്കമണി. തങ്കമണിയുടെ ഒരു യാത്ര എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ക്യാസ്റ്റോടൊപ്പമുള്ള ഒരു യാത്ര, കാരണം ഒരുപാട് പേര് നമുക്ക് മുമ്പിൽ കാണാം. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു യാത്ര തുടക്കം മുതൽ? എനിക്ക് കുറേ പേരെ കുറിച്ച് പറയാനുണ്ട്. അതിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ജോഷി സാർ, ദിലീപേട്ടൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർ. ഒരു ദിലീപേട്ടൻ ഈ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചതിന് ശേഷമുള്ള ഒരു 15 മാസത്തെ യാത്ര റിലീസിന് 10 ദിവസം മുമ്പ് എത്തി നിൽക്കുകയാണ്. അതിന് മുമ്പുള്ള ഒരു റിസർച്ച് പാർട്ടും എഴുതുന്ന സമയമൊക്കെ ഉണ്ട്. ഞാൻ എടുക്കേണ്ട ഒരു സമയമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. എൻ്റെ ആദ്യ സിനിമയായ ഉടൽ എന്ന ആ സിനിമ നൽകിയ സൗഭാഗ്യമാണ് തങ്കമണി. ഉടലിന്റെ ആദ്യ സഹനിർമ്മാതാവായ സജിത് കൃഷ്ണ, ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ സുജിത് ജെ നായരെ പരിചയപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ തങ്കമണിയുടെ തുടക്കം. ആദ്യം തിരക്കഥ വായിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിലൂടെ ഞാൻ ദിലീപേട്ടനിലേക്ക് എത്തുന്നു. ഉടൽ എന്ന സിനിമ കണ്ടിട്ട് ദിലീപേട്ടൻ എന്നെ വിളിച്ചതാണ്. സിനിമ ഗംഭീരമായിരുന്നു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ. ആ കോഡ് വെക്കുന്നതിന് മുമ്പ് ഞാൻ ദിലീപേട്ടനോട് പറഞ്ഞു, ഒരു ചെറിയ ആപ്ലിക്കേഷൻ അവിടെ കയറ്റി വെച്ചു, ദിലീപേട്ടൻ എന്തെങ്കിലും ഒരു കഥയുണ്ടെന്ന് കേൾക്കണം. അറ്റ് എനി ടൈം
അങ്ങനെ ഞാൻ ദിലീപേട്ടനെ കാണുന്നു. ദിലീപേട്ടൻ കഥ കേട്ട ആ ദിവസം തന്നെ ഈ പ്രോജക്റ്റ് ഓണായി എന്ന് പറയും. കഥ കേട്ടു, അപ്പം തന്നെ നമുക്ക് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. പിന്നീട് തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ സുജിത്തേട്ടനെ കുറിച്ച്, സുജിത്തേട്ടനാണ് ഒരു വേറൊരു രീതിയിൽ ദിലീപേട്ടനിലേക്ക് എന്നെ എത്തിക്കുന്നത്. സൂപ്പർ ഗുഡ് ഫിലിംസ് പോലെ ഒരു വലിയ ബാനറിനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്, റാഫിക്കെ പോലെ ഒരു വലിയ പ്രൊഡ്യൂസറിനെ 18 സൂപ്പർ ഗുഡ് ഫിലിംസ് നേരത്തെ പറഞ്ഞതുപോലെ 100 സിനിമകളാകും, ഒരുപാട് ഗംഭീര സിനിമകൾ നമുക്ക് നൽകിയ ബാനറാണ്. ഒപ്പം 18 സിനിമകൾ ചെയ്ത റാഫിക്ക, ഈ രണ്ടുപേരെയും കൊണ്ടുവരുന്നു. ഞാൻ സുജിത്തേട്ടനോട് അത്രയധികം കടപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് പൈസയുള്ള പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് തിരക്കഥ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാൾ എക്സിക്യൂഷൻ പാർട്ടിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഏതൊരു ഡയറക്ടറെ സംബന്ധിച്ച്. ആ ഒരു ക്രിയേറ്റീവ് ഇടപെടലുകൾ ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് ഞാൻ ആവശ്യപ്പെട്ട എല്ലാ ഫെസിലിറ്റിയും എത്തിച്ചു തന്ന ആളാണ് സുജിത് നായർ. സുജിത്തേട്ടാ ഒരിക്കലും പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് ഞാൻ ചെന്നൈയിലെത്തി. സുജിത്തേട്ടനാണ് എന്നെ ചൗധരി സാറിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ചൗധരി സാറിനോട് കഥ പറഞ്ഞു, ഡീറ്റെയിൽ ആയി കഥ പറഞ്ഞു. അപ്പൊ തന്നെ പുള്ളി ചെയ്യാമെന്ന് സമ്മതിച്ചു. അതിനുശേഷം ഈ 15 മാസം കഴിയുമ്പോൾ സിനിമ തുടങ്ങിയതിനു ശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ടേ ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. 5 ദിവസം മുൻപ് ഈ സിനിമയുടെ ഫസ്റ്റ് കോപ്പി ചെന്നൈയിൽ അദ്ദേഹം കണ്ടതിന് ശേഷം മാത്രമാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. 2 വാക്ക്, തമ്പി നല്ലാർക്ക് പ്രമാദമാർക്ക്. അതിനിടയിലുള്ള ഒന്നിനെ കുറിച്ചും എനിക്കറിയില്ല ഈ സിനിമയ്ക്ക് എത്ര ബഡ്ജറ്റായിരുന്നു. റാഫിക്ക എന്നോട് പറഞ്ഞിട്ടില്ല. റാഫിക്ക 2 തവണയോ മറ്റോ ആണ് ലൊക്കേഷനിൽ വന്നിട്ടുള്ളത്. ഇതുവരെ റാഫിക്കയുടെ റാഫിക്ക എനിക്ക് തോന്നുന്നു റാഫിക്ക കഥ കേട്ടിട്ടില്ല, തിരക്കഥ വായിച്ചിട്ടില്ല. അതോ അറിയാം, തങ്കവടി സംഭവം അറിയാൻ തോന്നുന്നു. എന്നോട് കഥ ചോദിച്ചിട്ടില്ല, ഇതിന്റെ തിരക്കഥ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടില്ല, എന്തൊക്കെ ഫെസിലിറ്റി വേണമെന്ന് ചോദിച്ചിട്ടില്ല. ഈ 3 പേർ ഞാൻ ചോദിച്ച എല്ലാ സംഗതികളും, എല്ലാ താരങ്ങളെയും, എല്ലാ ഫെസിലിറ്റികളും തന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര ലിബർട്ടിയോടെ ഈ സിനിമ പൂർത്തിയാക്കാനാകുന്നത്. വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ആ നന്ദി. കാരണം ഒരു ചെറിയ സിനിമ ചെയ്തതിനു ശേഷം ഉടൻ പോലെ 1.5 കോടി രൂപയുടെ ബഡ്ജറ്റിൽ ചെയ്ത സിനിമയാണോ ഉടൻ. അതിൽ നിന്ന് 25 കോടിക്കപ്പുറത്തേക്ക് എന്നെ വിശ്വസിച്ച്, എന്നെ ട്രസ്റ്റ് ചെയ്ത് മുടക്കാൻ തീരുമാനിക്കുന്ന ആ 3 പേരെ എങ്ങനെയാണ് എന്റെ നന്ദി അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരിക്കലും മറക്കില്ല എനിക്ക് തന്ന ആ സ്വാതന്ത്ര്യം. ദിലീപേട്ടനെ കുറിച്ച് ഇത്തിരി വൈകി പറയാമെന്ന് കരുതിയത്, ഞാൻ ഒരിക്കലും ഒരു 100% കോൺഫിഡൻസോടെയല്ല കഥയെക്കുറിച്ചോ തിരക്കഥയെക്കുറിച്ചോ അല്ല, 100% കോൺഫിഡൻസോടെയല്ല ദിലീപേട്ടന്റെ അരികിലേക്ക് ഞാൻ ഈ കഥ പറയാനായി പോകുന്നത്. കാരണം ദിലീപേട്ടന്റെ സ്ട്രോങ് സോൺ എന്താണെന്ന് നമുക്കറിയാം. ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ, ഒരുപാട് ഗംഭീര പടങ്ങൾ, പഞ്ചാബി ഹൗസും ഒക്കെ പോലെയുള്ള ഗംഭീര, കല്യാണരാമനും കുഞ്ഞിക്കുഞ്ഞനും ജാന്തോട്ടും പോലെയുള്ള ഗംഭീര സിനിമകൾ നമുക്ക് തന്ന മലയാളിയെ ഇത്രയേറെ ചിരിപ്പിച്ച മറ്റൊരു നടനുണ്ടാകില്ല. അദ്ദേഹത്തോടാണ് ഞാൻ തങ്കമണി പോലെ ഒരു നടന്ന സംഭവം പറയാൻ പോകുന്നത്. അദ്ദേഹം ഇതിനെ എങ്ങനെ എടുക്കും, ഈ കഥാപാത്രത്തെ എങ്ങനെ കാണും. ഒരു നല്ല വാക്കുകൾ എന്നെ വിളിച്ച് പറഞ്ഞെങ്കിലും ഇത്രയും വലിയൊരു സിനിമ എന്നെ വിശ്വസിച്ച് എങ്ങനെ ഡേറ്റ് തരുമെന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് പോയത്. ആഫ്റ്റർ ഓൾ പക്ഷെ ഡേറ്റ് തന്നതിന് ശേഷം ഈ നിമിഷം വരെ 30 വർഷത്തെ ദിലീപ് എന്ന നടന്റെ 10 വർഷത്തെ സഹസംവിധായകൻ എന്ന ദിലീപ് എന്ന അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്നെ എത്രത്തോളം സഹായിച്ചെന്ന് ഈ വേദിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് വിശദീകരിക്കാനാകില്ല. അത്രമേൽ എന്നെ ട്രസ്റ്റ് ചെയ്തു, അത്രമേൽ എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തുറന്നു പറയുന്നതിൽ ഒരു മടിയുമുള്ള ആളല്ല. ഞാൻ ഒരാളോടൊപ്പം അസിസ്റ്റന്റായി നിന്നിട്ടില്ല, ഒരാളോടൊപ്പം അല്ലെങ്കിൽ ആർട്ട് ഫിലിംസോ ഷോർട്ട് ഫിലിംസോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നേരിട്ട് വന്ന് ഉടലെന്ന സിനിമ ചെയ്യുകയായിരുന്നു. സോ എക്സ്പീരിയൻസ് ഈസ് എക്സ്പീരിയൻസ്, അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്ന് ആർജിക്കുന്ന അറിവ് തന്നെയാണ്. അപ്പോ ആ അനുഭവങ്ങളുടെ കുറവുള്ള ആളാണെന്ന് സമ്മതിക്കുന്നതിൽ എനിക്കൊരു വിമുഖതയുമില്ല. പക്ഷെ അവിടെയൊക്കെ എനിക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഏത് നിമിഷവും പോയി ചോദിക്കാൻ, അത് ഷോർട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ എന്നെ ഇത്രമേൽ ഷോൾഡർ ചെയ്യുകയും എന്നെ ട്രസ്റ്റ് ചെയ്യുകയും ഞാൻ മനസ്സിൽ കണ്ടതിന് അപ്പുറത്തേക്ക് ആബേൽ ജോഷുവ മാത്രമേ പെർഫോം ചെയ്യുകയും ചെയ്ത ദിലീപേട്ടനോടുള്ള നന്ദി. അത് ഈ പറഞ്ഞതുപോലെ ഒരു നടനും സംവിധായകനും ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമില്ല. ഈ കഥ പറയാൻ ആ ഫോൺ കോളിനപ്പുറത്തേക്ക് കഥ പറയാൻ പോകുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ആദ്യമായി കാണുന്നത്. ആ കഥ പറഞ്ഞ് ഇന്ന് സിനിമ റിലീസിന് 10 ദിവസം മുൻപ് എത്തി നിൽക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സൗഹൃദവും വ്യക്തിപരമായ അടുപ്പവും ആത്മബന്ധവും എല്ലാ കാലത്തും നിലനിൽക്കണമേ എന്ന പ്രാർത്ഥനയാണ് എനിക്ക്. എന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പോലും പറയാൻ, എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ
ഏത് സമയത്തും വിളിക്കാൻ എനിക്കൊരു ജ്യേഷ്ഠനെ കൂടി കിട്ടിയെന്നതാണ്. താങ്ക് യു. ബാക്കി ഒരുപാട് ഘടകങ്ങൾ ഇപ്പോ ഈ പറഞ്ഞ ആദ്യ സിനിമ ചെയ്യാൻ വരുമ്പോ നമ്മളോടൊപ്പം ഒരു 1.5 കോടിയുടെ സിനിമ ചെയ്യാൻ വരുമ്പോൾ നമ്മളോടൊപ്പം സഹകരിക്കാൻ വരുന്നവരുടെ മനസ്സിൽ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ടെക്നീഷ്യൻസ് അടക്കമുള്ളവർക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ഇതെങ്ങനെ വരും, ഇങ്ങനെ ഒരു ചെറിയ സിനിമ ചെയ്യണോ. എന്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ ക്യാമറമാനെ തേടുമ്പോൾ നമ്മുടെ പപ്പേട്ടന്റെ പത്മകുമാർ, പപ്പേട്ടന്റെ അസോസിയേറ്റ് ഉല്ലാസ് ഇവിടെ ഉണ്ട്. ഉല്ലാസാണ് മനോജ് പിള്ള എന്ന ക്യാമറമാനെ എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഉല്ലാസിനെ ചോദിച്ചു എങ്ങനെയാണ് പുള്ളിയുടെ പരിപാടി. ഇല്ല, ഒരു ചെറിയ ക്യാമറമാനാണ്, 10-45 പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. മാമാങ്കമാണ് അവസാനം ചെയ്ത സിനിമ. നീ എന്ന് വിളിച്ച് സംസാരിച്ചു നോക്കാം. മാമാങ്കം കഴിഞ്ഞിട്ട് മനോജ് പിള്ള ചെയ്യാൻ വരുന്നത് ഉടലാണ്. ചിത്താറും പാലേരുമാണിക്കവും അടക്കം ഗംഭീര പടങ്ങൾ നമുക്ക് തന്ന മനോജേട്ടൻ. ഞാൻ ദിലീപന്റെ കാര്യം പറഞ്ഞതുപോലെ ഉടലിൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ സൗഹൃദം. ഉടല് 19 ദിവസം കൊണ്ട് പൂർത്തിയായ സിനിമയാണ്. മനോജ് പിള്ള എന്നൊരു ക്യാമറമാൻ ഇല്ലെങ്കിൽ 100 ദിവസത്തിനടുത്ത് ചാർട്ട് ചെയ്ത ഈ സിനിമ 80 ദിവസം കൊണ്ട് തീരില്ല. എന്നേക്കാൾ എനർജിയോടെ ഈ സിനിമയ്ക്ക് വേണ്ടി അധ്വാനം ചെയ്ത ആളാണ് മനോജ് പിള്ള. ഈ പറഞ്ഞതുപോലെ എന്റെ അനുഭവക്കുറവിനെ ഞാൻ കവറപ്പ് ചെയ്യുന്നത് എല്ലാം മനോജ് പിള്ള എന്ന ക്യാമറമാനിലൂടെയാണ്. ദിലീപന്റെ കാര്യം പറഞ്ഞതുപോലെ എപ്പോഴും എന്ത് വേണമെങ്കിലും എനിക്ക് അറിയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എപ്പോഴും എന്ത് സംശയങ്ങളും പോയി ചോദിക്കാൻ പറ്റുന്ന, ഞാൻ പതറിപ്പോകാൻ ഇടയുള്ള സന്ദർഭങ്ങളിൽ എന്നെ ഷോൾഡർ ചെയ്ത ആളാണ് മനോജ് പിള്ള. മനോജ് പിള്ളയെ കുറിച്ച് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. മറ്റ് ഒരുപാട് പേർ, മനോജൊക്കെ, ഞാൻ മനോജത്തിനെ പേഴ്സണലി പറഞ്ഞ് പുല്ലിൽ കിടക്കുന്ന മത്തങ്ങയാണ്. ഈ പുല്ല് പകഞ്ഞ് മാറ്റി ചെന്നാലേ ആ മത്തങ്ങ കാണാൻ പറ്റും. നല്ല മത്തങ്ങയായിരിക്കും അവിടെ കിടക്കുന്നത്. അങ്ങനെ ഒരാളാണ്. ഒരാളെ പിടിച്ച് സിനിമ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ അദ്ദേഹം ചെയ്യില്ല. ചെയ്യുകയാണെങ്കിൽ മനോജഗത്തിന്റെ കയ്യെപ്പോലെയുള്ള സിനിമകളെ മനോജഗത്ത് ചെയ്യും. കൽക്കത്ത ന്യൂസ് പോലെയുള്ള സിനിമകൾ നമുക്കറിയാം. ഈ സിനിമ നിങ്ങൾ കാണാൻ പോവുകയാണ്. കാണുമ്പോഴറിയാം എന്താണ്, എങ്ങനെയാണ് തങ്കമണിയെ മനോജഗത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്, എന്താണ് അയാളുടെ ക്രിയേറ്റിവിറ്റി. അനുഭവം ഇനിയും ഒരുപാട് പേരെ കുറിച്ച് പറയണം. റോഷൻ ചേട്ടൻ ഞാൻ മനസ്സിൽ കണ്ടതിനപ്പുറത്തേക്ക് ആബേൽ ജോഷ പാത്രനെ ഒരുക്കി തന്നതിൽ പ്രധാനിയാണ് റോഷൻ ഭായി. തിരുവനന്തപുരം ഒരുപാട് പടങ്ങളിൽ മെഗ്മാനായി ചെയ്ത ആളാണ്. പക്ഷെ ഇറ്റ്സ് എ ലെജൻഡ്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്തേക്ക് ചെയ്യാനാകുന്ന ചെയ്തു തന്ന ആൾ. മറ്റൊരാൾ കോസ്റ്റ്യൂം ഡിസൈനർ അരുൺ. ഇനി ഞാൻ ഏറ്റവും അധികം പീഡിപ്പിച്ച 2 പേരെ കുറിച്ച് പറയാം. ഒരാൾ മ്യൂസിക് ഡയറക്ടറാണ്. 31 ദിവസം തുടർച്ചയായി എല്ലാ ദിവസവും പോയി ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ചെയ്തതാണ് തങ്കമണിയുടെ മ്യൂസിക്. വില്യം ഉടലിന്റെ മ്യൂസിക് ഡയറക്ടർ വില്യമായിരുന്നു. ഉടലിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് ഞാൻ അറിയാതെ രഹസ്യമായിട്ട് ആ സിനിമയിൽ വില്യം പാടി കുത്തി കയറ്റിയിട്ടാണ് ഞാൻ അറിഞ്ഞത്. എന്നാലും ഗംഭീര പാട്ടായിരുന്നു. ഈ സിനിമയിൽ ആ പകലില്ലാതെ ഞാൻ വില്യമിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോ വില്യം, യുവർ മൈ ബ്രദർ. താങ്ക് യു വില്യം. അടുത്ത ശ്യാമാണ്. ശ്യാമ ഞാനായിട്ട് ഒരു 27 മണിക്കൂറായിട്ട് പിണങ്ങിയിരിക്കുമായിരുന്നു. ഓരോ 27 മണിക്കൂർ കഴിയുമ്പോഴും അടി നടക്കാറുണ്ട്. ഇന്നലെ രാത്രി ഒരു അടി കഴിഞ്ഞ് പിരിഞ്ഞതാണ്. എവിടെയുണ്ട് ശ്യാം? വിളിക്കാം. കഴിഞ്ഞ രാത്രി ഒരു അടി കഴിഞ്ഞ് ഞാൻ ഈ പരിപാടിക്കില്ലെന്ന് പറഞ്ഞ് പിണങ്ങി പോയിരിക്കുകയാണ്. ഈ സിനിമയുടെ എഡിറ്ററാണ് ശ്യാം ശശിധരൻ. ജോത്സാന്റെ ഒരുപാട് സിനിമകൾ നമ്മുടെ ഗംഭീര പടങ്ങളാക്കി നമ്മുടെ മുമ്പിൽ എത്തിച്ചതാണ്. ഇമാതിരി പരിപാടിക്ക് ഇനി എന്നെ വിളിച്ചേക്കരുതെന്ന് പറഞ്ഞ് ഇന്നലെ പിണങ്ങി പോയ ശ്യാം ഇപ്പൊ കൈവക്കി കാണിക്കുന്നു. താങ്ക് യു ശ്യാം. അപ്പോ ഇങ്ങനെ ഒരുപാട് പേർ, ഇനി എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ ഈ സിനിമയിൽ എല്ലാ ദിവസവും ശരാശരി 200 പേർ വെച്ച് ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയാനുള്ള സമയം പരിമിതിയുണ്ട്. അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ളവർ ഏകോദര സഹോദരങ്ങളെ പോലെ എന്നോടൊപ്പം ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി ഈ സിനിമയ്ക്ക് വേണ്ടി നിന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് ഈ സിനിമ നമ്മൾ ആഗ്രഹിക്കുന്നത് മേലിൽ ഷൂട്ട് ചെയ്ത് തീർക്കാനായിരുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ ആർട്ടിസ്റ്റുകളെ കുറിച്ചാണ്. ദിലീപിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. വൃന്ദാജി, ഐ എം വെരി ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വൃന്ദാജിയെ കുറിച്ച് വലിയ ധാരണകൾ ഇല്ലാതിരുന്ന സമയത്താണ് സുജിത്തേട്ടനാണ് ഇതിന്റെ സജഷൻ വൃന്ദാജിയെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സംസാരിച്ചു. ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ ഫോണിലാണ് നരേറ്റ് ചെയ്ത് കേൾപ്പിച്ചത്. ഗംഭീരമായിട്ട് വൃന്ദാജി വന്നു, സപ്പോർട്ട് ചെയ്തു. താങ്ക് യു വൃന്ദാജി. നീത പിള്ള, അങ്ങനെ ഒരുപാട് വലിയ സുധീർ, അജ്മൽ, അങ്ങനെ ഒരുപാട് പേര്, നമ്മുടെ അഭി ചേച്ചി, മാളവിക, സ്മിനു, രമ്യ, അങ്ങനെ തുടങ്ങി ഒരുപാട് പേര്. പിന്നെ നമ്മുടെ അതിർത്തി 2 താരങ്ങൾ
ജോൺ വിജയ് ആൻഡ് സമ്പത്തരാം. അവരെനിക്ക് തന്ന அவங்க കുറച്ച് തമിഴ് പറയാം. அவங்க எனக்கு ரொம்ப சப்போர்ட் பண்ணியாச்சு. நான் என்ன கேட்டாலும் கொடுத்தேன். ஓவர் நைட்டு கண்டினியூஸா ஓவர் நைட் போயிட்டே இருந்தேன். என்கிட்ட எதுவும் கேட்கல. அவ்வளோ சப்போர்ட் பண்ணியாச்சு. மறக்கவே முடியாது. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അങ്ങനെ എല്ലാ ഏരിയയിലും ഉള്ളവർ എനിക്ക് തന്ന സപ്പോർട്ട്. കട്ടപ്പനയിൽ നിന്ന് സിജുഭായി ഇവിടെ എത്തിയിട്ടുണ്ട്. കട്ടപ്പനയുടെ പരിസരത്താണ്, തങ്കമണിയുടെ പരിസരത്താണ് സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് സിജുഭായിയാണ്, ഒപ്പം ഷീനോയി. ഈ രണ്ടുപേരെയും മറക്കാൻ പറ്റുന്നതല്ല. സിജുഭായി ഇവിടെയുണ്ട്. സിജുഭായി താങ്ക് യു സോ മച്ച്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ ആരെയും വിട്ടുപോയതായി പരിഭവം തോന്നരുത്. ഞാൻ അത്യാവശ്യം നെർവസ് ആണ്. ഞാൻ അങ്ങനെ പ്രസംഗിക്കാൻ അറിയുന്ന ആളല്ല. അതുകൊണ്ടാണ് ആദ്യം മുതൽ അവസാനം വരെ ഈ സിനിമയ്ക്ക് കട്ടയ്ക്ക് കൂടെ നിന്ന് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ്, ഞാൻ ആരെങ്കിലും തള്ളുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതാകുകയോ അല്ല, ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയുന്ന വാക്കുകളാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ സംവിധാന സഹായികളെ കുറിച്ചാണ്. രണ്ടുപേരെ ഞാൻ ആദ്യം സ്റ്റേജിലേക്ക് വിളിക്കാം. ലിജു, അഭി. ഈ ആദ്യം വരുന്ന ആളാണ് അഭിജിത്ത്. ഉടനെ മുതൽ എന്നോടൊപ്പം ഉണ്ട് അസോസിയേറ്റ് ആയിട്ട്. ഈ വരുന്ന ആൾ, മറ്റേ രണ്ടാമത് വന്ന ആൾ ജനിച്ച കാലം മുതൽ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ അനിയനാണ്. അഭിജിത്ത് ഈ പടത്തിന്റെ അസോസിയേറ്റ് ആണ്, ഉടന്റെ അസോസിയേറ്റ് ആയിരുന്നു. ലിജു ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കോർഡിനേറ്റർ ആയിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ദിലീപനോടൊപ്പം സിനിമ ഈ കഥ പറയാൻ പോകുന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ അനുഭവിച്ച എല്ലാ സംഘർഷങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ സന്തോഷങ്ങളും അതേ അളവിൽ ഷെയർ ചെയ്യുന്ന രണ്ടുപേരാണ്. അഭിയുടെ സിനിമ വരുന്നുണ്ട്, എന്റെ തിരക്കഥയിൽ അഭി സംവിധാനം ചെയ്യുന്ന സിനിമ തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. ആ വിവരങ്ങളൊക്കെ പിന്നീട് പറയാം. അപ്പം എനിവേ താങ്ക് യു ഗൈസ്. മറക്കില്ല അത്രയധികം. എന്താണ് പറയാൻ വെച്ചാൽ പറയാം. ഒന്നും പറയണ്ട. ഓക്കെ ഫൈൻ. ഇവിടെ നിൽക്കി ജോഫിൻ ബാക്കി വന്നേ. ഇത് ജോഫിൻ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. എന്റെ സിനിമാ യാത്രയിൽ ആദ്യം മുതലുണ്ടായ ആളാണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, സഹോദരനുമാണ്. ഷിനു, ആകാശ് ആൻഡ് ധന്യാണ്. ഇത്രയും പേരാണ് എന്റെ ടീം. ഇവർ ഈ പറഞ്ഞതുപോലെ അഹോരാത്രം ഇന്ന് പുലർച്ചെ വരേക്കും ഇപ്പോൾ വരേക്കും ഈ സിനിമയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടു. അപ്പോൾ ഇവർക്കുള്ള നന്ദി പറഞ്ഞാൽ തീരില്ല. ജോഫിന്റെ സിനിമ വരുന്നുണ്ട്, അതിന്റെ തിരക്കഥ എന്റെ തന്നെയാണ്. അപ്പൊ രണ്ട് അസോസിയേറ്റുമാർക്കും തിരക്കഥ എഴുതി പൈസ വാങ്ങണം, അതാണ് ഉദ്ദേശം. അപ്പൊ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നതിന് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമ്പോൾ. ശരിക്കും ഞാൻ ഐറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. രതീഷേട്ടൻ എന്നൊരാളുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് 2 പടത്തിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടായിരുന്നു. നന്ദി. ഞാൻ ആദ്യമായി വർക്ക് ചെയ്യുന്ന സിനിമയാണ്. പക്ഷെ 1986 കാലഘട്ടത്തിന്റെ പ്രോപ്പർട്ടി ലിസ്റ്റ് എന്നെ ഏൽപ്പിച്ചത് എന്നെ കൊണ്ട് വളരെ മനോഹരമായി ചെയ്യാൻ കഴിഞ്ഞു. ഇത് സന്തോഷം, വളരെ സന്തോഷം. സിനിമ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയിൽ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്നത്. റിലീസിന്റെ കൂടെ ആയത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പ്രണതാജിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. ആ ഒരു സന്തോഷം എനിക്കുണ്ട്. തങ്കമണിയുടെ ടീമിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ മൂവി ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷത്തിന് എല്ലാവരും ഇവിടെ ഉണ്ട്. ജോഡി പൂഞ്ഞാർ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും സന്തോഷവും നന്ദി അറിയിക്കുന്നു. പേര് വിട്ടുപോകാൻ പാടില്ലാത്ത ഒരാൾ BT അനിൽകുമാറാണ്. ഉടലുള്ള സിനിമയ്ക്ക് എന്റെ സിനിമയ്ക്ക് പാട്ട് എഴുതിയ ആളാണ്. ഈ സിനിമയുടെ നമ്മൾ ആസ്വദിച്ച തങ്കമണി പാട്ട് ഉൾപ്പെടെ എല്ലാ പാട്ടുകളും BT അനിൽകുമാറാണ്. തിരക്കഥാകൃത്തി പോയി. അപ്പോൾ ഞാൻ ആദ്യം കഥകൾ ആലോചിക്കുമ്പോൾ ആദ്യം കേൾക്കുന്നവരിൽ വീറ്റോ പവറുള്ള 5 പേരിൽ ഒരാളാണ് BT അനിൽകുമാർ. എനിക്ക് വീറ്റോ പവറുള്ള ഒരു 5 അംഗ കമ്മിറ്റി ഉണ്ട്. എന്റെ ഭാര്യ ഉൾപ്പെടുന്ന 5 അംഗ കമ്മിറ്റി. ഇവരെ ആരെങ്കിലും അത് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കഥ ആലോചിക്കാറില്ല. അങ്ങനെയാണ് ഒരു സിസ്റ്റം. താങ്ക് യു BT. പിന്നെ അവസാനമായി പറഞ്ഞു നിർത്തുകയാണ്. ഒരുപാട് സമയം എടുക്കുന്നത്, ബോറടിക്കുന്നത് അറിയാം. പറഞ്ഞു നിർത്തേണ്ടത് എന്റെ എല്ലാ സന്തോഷങ്ങൾക്കും പിന്നിൽ പ്രേരക ശക്തിയെ പ്രവർത്തിക്കുന്ന ആളിനെ കുറിച്ചാണ്. അതിന്റെ നല്ല ബാധയാണ്, ജീവിത പങ്കാളിയാണ് അഞ്ജു. ഇവിടെയുണ്ട്. സ്റ്റേജിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വിളിക്കാത്തതാണ്. ഈ പറഞ്ഞ വീറ്റോ പവറുടെ കമ്മിറ്റിയിലുണ്ട്. ലോകത്തെ
ഏറ്റവും ധീരയായ 10 വനിതകളിൽ ഒരാളായിട്ട് ഞാൻ കാണുന്ന ആളാണ് അഞ്ജു. ഒന്ന് വേല തൊഴിലൊന്നുമില്ലാതെ സിനിമ സ്വപ്നം കണ്ടിറങ്ങി തിരിച്ച ഒരാളെ കുറെ കാലം പ്രണയിക്കുകയും ഒരു ജോലിയില്ലാത്ത അയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന വളരെ അതാവാനി ധൈര്യമാണ്. 2, എന്റെ എല്ലാ സന്തോഷങ്ങൾക്കും എന്റെ എല്ലാ നേട്ടങ്ങൾക്കും പിന്നിലുള്ള ചാലക ശക്തിയും അയാൾ തന്നെയാണ്. താങ്ക് യു, ലവ് യു. അപ്പൊ ഞാൻ നിർത്തുകയാണ്, ബാക്കി നടക്കട്ടെ. രതീഷേട്ടാ ഒരു മിനിറ്റ് ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ചധികം നെർവസ് ആണ്, എനിക്കധികം പ്രസംഗിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ആള് മൈക്ക് മേടിച്ചിട്ട് 20 മിനിറ്റ് ആയി അല്ലേ? സോറി. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു രതീഷേട്ടാ ഈ ഒരു നിമിഷം രതീഷേട്ടൻ തുടങ്ങിയപ്പോ പറഞ്ഞു ഈ ഒരു സിനിമ തുടങ്ങുന്നത് സുജിത്തേടൽ നിന്നാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സുജിത്തേട്ടനെ നമ്മളൊന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്തത്. സുജിത്തേട്ട ഒന്ന് ഞങ്ങളോടൊന്ന് വേദിയിലേക്ക് എത്തും. ഒരു നല്ല കൈയടി കൊടുക്കാൻ നമ്മുടെ മാർച്ച് 7 ഈ സിനിമ വേൾഡ് വൈഡ് റിലീസിൽ ഒരുങ്ങുമ്പോൾ കേരളത്തിലുടനീളം ഇന്ത്യയിലെങ്ങും ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഡ്രീം ബിഗ് ഫിലിംസ് ആണ്. സുജിത്തേട്ടനെ ഞങ്ങൾ എത്തിക്കുന്നത്. എന്തായാലും ഒരു 15 മാസത്തെ യാത്ര. എനിക്ക് രതീഷിനോട് ഈ ചിത്രം എന്നോട് ഈ കഥ പറയുന്നത് എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ട് വന്നത് അന്നോട് വർക്കെടുക്കാറ് എൻ്റെ കാറിൽ ഇരുന്നിട്ട് കഥ പറയും. കഥ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനുശേഷമുള്ള ഒരു 2 വർഷത്തിന് മുകളിലുള്ള യാത്രയാണ്. അപ്പോൾ എന്തായാലും ചിത്രത്തിൻ്റെ ഔട്ട്കമ്മിൽ നമ്മൾ വളരെ നിർമ്മാതാക്കൾ സന്തുഷ്ടരാണ്. അതേപോലെ തന്നെ വി ആർ ഓൾസോ വെരി കോൺഫിഡൻറ്റ് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ. എനിക്ക് 100% ഉറപ്പാണ് ഈ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തും. നല്ല രീതിയിൽ തന്നെ അത് പ്രേക്ഷകർ സ്വീകരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഈ ചിത്രത്തിന്റെ റിലീസിനും മുന്നോട്ടും പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും താങ്ക്സ് എ ലോട്ട്. താങ്ക് യു വെരി മച്ച് ഒരിക്കൽ കൂടി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കട്ടെ. മനോജ് പിള്ളയായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു സിനിമ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നൊരു വിശ്വാസമുണ്ട്. ബാക്കി ഈ പറഞ്ഞ പ്രേക്ഷകർ സിനിമ കണ്ടതിന് ശേഷം തീരുമാനിക്കും. എല്ലാവർക്കും നന്ദി. യെസ്, നമുക്ക് അടുത്താളിലേക്ക് പോവാം. അതിനെ പറഞ്ഞേട്ടാ ഏറ്റവും കൂടുതൽ നമ്മുടെ എഡിറ്റർ സംസാരിച്ച പറഞ്ഞതിനെ കുറിച്ച്. എല്ലാവർക്കും നമസ്കാരം. രതീഷാണ് എന്നെ ഈ പടത്തിൽ ഫിക്സ് ചെയ്യുന്നത്. ഈ സിനിമ നന്നായിട്ട് വരട്ടെ. എല്ലാവർക്കും താങ്ക്സ്. അതെ, എനിക്ക് മൈക്ക് വേണ്ട എന്ന് പറഞ്ഞ എഡിറ്ററാണ് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. എഡിറ്റർ ഇല്ല സംസാരിച്ച പറ്റൂ. ഇന്ന് നമ്മളെന്തോടെ എന്തെങ്കിലും 2 വാക്ക് സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു, 2 വാക്ക് സൗണ്ട് എഫക്ട്സ് ഒക്കെ വരുന്നത്. ഇത്രയും നാളാണോ നിങ്ങൾ എഡിറ്റർ? മറ്റേ സ്റ്റേജിൽ നിൽക്കുന്നതിലല്ല വർക്കിലാണ് കാര്യമെന്ന് തെളിയിക്കുന്ന ആളാണ് തോന്നുവാണോ? അതെ, ഇത് കഴിഞ്ഞിട്ട് ആണോ? നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ സിനിമയുടെ മേക്കപ്പ് മാനെ കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. റോഷനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതെ, എന്റെ ലെവലല്ല അവിടുത്തെ ലെവൽ. ലിറിക്സിൽ നിന്ന് പാട്ടിലേക്ക് എത്തായിരുന്നു. അടിപൊളി.
ബാക്കിയുള്ള ഒരു ടോട്ടൽ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ തങ്കമണിയുടെ ഒരു എൻറ്റയർ മ്യൂസിക് ജേർണി, എല്ലാ പാട്ടുകളും എല്ലാവരും മ്യൂസിക് ജേർണി? ഇപ്പോൾ രതീഷേട്ടൻ പറഞ്ഞു ഏകദേശം 30 ദിവസം ഇരുന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ബുദ്ധിമുട്ടികൾ എങ്ങനെ ഉണ്ടായിരുന്നു? ലവ് സോങ് ഉണ്ട്, അത് ഒരു 9ാമത്തെ 10ാമത്തെ കമ്പോസിഷനായിരുന്നു സെലക്ട് ചെയ്ത സോങ്. ആ ലവ് സോങ് അതാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഒരുമിച്ച് ലോഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. പറഞ്ഞു ഇതിന്റെ ഈ ഒരു പാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മൊത്തം നമ്മുടെ ലിറിക്സ് ചെയ്ത അൽകുമാർ സാറിനാണ്. സോ സാർ, ഓവർ ടു യു. എന്താണ് ആ ഒരു ലിറിക്സിന്റെ പിന്നില് ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു ഡെപ്തുള്ള കാര്യം അല്ലെ? ഒരു നല്ല കഴിവ് എടുക്കാൻ എത്ര വർഷമായി, പക്ഷെ ആ ശബ്ദത്തിന് മാത്രം ഒരു വ്യത്യാസമില്ല. കൊള്ളാം. താങ്ക്സ് ലോട്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേർണി, തങ്കമണിയുടെ ആ ഒരു മ്യൂസിക് ജേർണി? ഒരുപാട് സന്തോഷം തങ്കമണി എന്ന മൂവിയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചത്. ആദ്യം ഒത്തിരി നന്ദി പറയുന്നത് ദിലീപേട്ടനോടാണ്. നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ദിലീപേട്ടനുമായിട്ടുള്ള എൻ്റെ 7ാമത്തെ ചിത്രമാണ്. ദിലീപേട്ടൻ്റെ ഗാനം പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ പാട്ടുകളും എൻ്റെ കരിയറിലെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളാണ്. കരികുരിക്കുറിയും പറഞ്ഞു, അറിയാതെ ഇഷ്ടമായുണ്ട്, CAD മൂസയുണ്ട്, തൊട്ടുരുമ്പിയിരിക്കാൻ പുതിയുണ്ട്, കണ്ണിൻ മാറി ചാരാതെയുണ്ട്, ഉമ്മറത്ത് ചെമ്പത്, അങ്ങനെ കുറേ പാട്ടുകൾ. ഇതെല്ലാം ഞാൻ പറയാൻ കാരണം അതിൽ തുടങ്ങിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഒരുപാട് സന്തോഷം. ഈ സിനിമയും ഈ പാട്ടും ഏറ്റവും ഹിറ്റായി മാറട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വില്യം, അൽകുമാർ, എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ വരുന്ന സിനിമകളിൽ ഈ 2 പേരുകൾ അപ്രമാണികൾ നമ്മൾ എഴുതിയിട്ടാണെങ്കിൽ എപ്പോഴും ഉണ്ടാകുന്ന വലിയ ആശംസയില്ല. കാരണം സിനിമ എന്താണെന്നുള്ളത്, മ്യൂസിക് എന്താണെന്നുള്ളത്, ലിറിക്സ് എന്താണെന്നുള്ളത് രണ്ടുപേർക്കും ഏറ്റവും ഭംഗിയായിട്ടറിയാം. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അതുപോലെ പ്രിയപ്പെട്ട രതീഷ്, എല്ലാവർക്കും അതിൽ വർക്ക് ചെയ്ത എൻ്റെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഞങ്ങളും ഒരുപാട് നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. ഈ മനോഹരമായ പാട്ടിനും ഇനിയും പാടാനുള്ള ഒരുപാട് പാട്ടുകൾ ഇതിന് കേൾക്കാൻ പോകുന്ന, നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പാട്ടിനും രാധിക ഓവർ ടു യു. രാധികയുടെ ആ ഒരു സൗണ്ട് കൂടി, അതിന്റെ ഒരു ഡെപ്ത് കൂടി വന്നപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് ഈ നമ്മൾ കേട്ട പ്രത്യേകിച്ച് ആ ഒരു പാട്ടിന്റെ തന്നെ പെയിൻ ഡെലിവർ ആവുന്നത് കംപ്ലീറ്റ് ആയിട്ട്. സോ നമുക്ക് ആ ഒരു പാട്ട് പാടി തന്നെ തുടങ്ങിയാലോ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു 2 പേര് ഞങ്ങൾക്ക് പാടി തുടങ്ങാം. ഇപ്പൊ നമ്മൾ കേട്ട പാട്ടാണെങ്കിലും ഏതെങ്കിലും ഇതില് ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ ലോഞ്ച് ചെയ്തത് വേണ്ട. ഞാൻ പാടിയിരിക്കുന്ന ഭാഗം അത് ക്ലൈമാക്സിലുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് പാടാൻ പറ്റില്ല. ഇല്ല, അതെനിക്ക് തോന്നുന്നു പാടിയ ആളെ കൊണ്ട് പാടിപ്പിക്കാം. 1 മിനിറ്റ്. ശരി, ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജോലി? ഒരുപാട് സന്തോഷം ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ. വിദ്യ തന്നെ പാടാൻ ഇരിക്കുന്ന സമയത്ത് രാധിക ഒരു പാടി നോക്കുമെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞത് എനിക്ക് സ്ട്രൈറ്റ് ആവുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. രതീഷേട്ടനും ഒരു വലിയ താങ്ക്സോടെയാണ് ദിലീപേട്ടനും വലിയ. യെസ്, താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ആ പാട്ട് പാടിയത് ഞാനാണ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടി തരും. പെണ്ണിന്റെ പേരല്ല തങ്കമണി, നൊന്ത നാടിന്റെ പേരല്ലോ തങ്കമണി. പാതിരാ നേരത്ത് കാരിരുൾ കയ്യുമായി കാക്കി കൂത്താടിയ തങ്കമണി. രാത്രിക്കും രാത്രിക്കും പേ പിടിച്ചു, നല്ല നാടിന്റെ നട്ടല്ലു തച്ചുടച്ചു. മാനം കവർന്നവർ ചോര കോതി, മേലെ വാനം മലർന്നൊന്ന് കണ്ണു പൊത്തി. താങ്ക്സ് എ ലോട്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതാണ് ആ ഒരു മൊമെന്റ്. നിങ്ങൾ എല്ലാവരും നിർത്തിക്കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇന്നിവിടെ ആഘോഷിക്കുന്ന നമ്മുടെ ഓഡിയോ ലോഞ്ച് കൂടിയാണ്. അപ്പൊ ഓഡിയോ ലോഞ്ചിലേക്ക് തന്നെ നമുക്ക് കടക്കാം. സോ ഓഡിയോ ലോഞ്ചിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. റാഫി സർ, രതീഷ് ഏട്ടാ, പ്ലീസ് ഡു ജോയിൻ. ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇത്രയും വലിയൊരു സ്റ്റേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ്. സോ എല്ലാ കാസ്റ്റ് ക്രൂ എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും വന്ന് ജോയിൻ ചെയ്യണം എന്നുള്ളത് എന്റെ ഒരു
എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. സോ entire cast once again inviting the entire cast and crew of തങ്കമണി. So ഇന്ന് ഈ ഒരു ഇവന്റ് തുടങ്ങിയ ഒരു മൊമെന്റ് മുതൽ നമ്മൾ പറയുന്നതാണ് the tagline is welcome to the audio launch event. So audio launch ന്റെ ആ ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനുവേണ്ടി തന്നെ ഒരിക്കൽ കൂടി ഇനി നമ്മുടെ കാസ്റ്റ് ക്രൂ ആരെങ്കിലും ബാക്കിയാണെങ്കിൽ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. We are all set for that very happening moment. And നമുക്കറിയാം നമ്മുടെ ഈ ഒരു മൂവിയുടെ തങ്കമണിയുടെ ഓഡിയോ റൈറ്റ്സ് സൈനിക് ആണ്. സോ സൈനിൽ നിന്നും മിസ്റ്റർ ആഷിഖ് is there. So മിസ്റ്റർ ആഷിഖിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒരു നല്ല കൈയോടെ തന്നെ നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And this is the time. പക്ഷേ ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ നമ്മൾ ഏവരും ഒരുപാട് ബഹുമാനത്തോടും ഒരുപാട് സ്നേഹത്തോടും കൂടി കാണുന്ന ഒരു വിശിഷ്ട വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഒരുപാട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ ജോഷി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു വേദിയുടെ മാറ്റുകൂട്ടുന്നതിന് വേണ്ടി ഒപ്പം ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഓഡിയോ ലോഞ്ച് നമ്മുടെ തങ്കമണിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ആൻഡ് Ashik, can I request you to get the discography? There we go. And revealing the Joshi sir, welcome sir. Let's do it. With all your permission, ladies and gentlemen, yeah, this is the moment. We are revealing the discography of Thangamani. There we go. The entire cast and crew ഒന്ന് ചേർന്ന് നിൽക്കണം. Let's take a beautiful picture. എല്ലാവരും ഒന്ന് ഒരിക്കൽ കൂടി ചേർന്ന് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. And let's capture this moment. ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഈ ഒരു ഓഡിയോ ലോഞ്ച് ഇവന്റിന്റെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് നമ്മൾ ഇവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ജോഷി സാർ എത്തിച്ചേർന്നതിനും ഈ ഒരു റിവീലിംഗ് ഞങ്ങൾക്കായി ചെയ്യുന്നതിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. So ladies and gentlemen, I would say thank you, thanks a lot. കാരണം നമുക്കറിയാം റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കണ്ടേ. That is very important, right? അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാട്ട് കാണാൻ പറ്റില്ല. So I would request all of you to get back to the seats. ഒരു താരമാണ്. അപ്പൊ ഈ സിനിമയിൽ ആ ഒരു ചെറിയ പാട്ടിന്റെ ഇടയിൽ വരെ വന്ന് നമ്മളെല്ലാവരെയും ചിരിപ്പിച്ചു. ഉടനീളം ചിരിയാണോ സിനിമയിൽ? എനിക്ക് തോന്നുന്നു ആകെയുള്ള ഒരു ചെറിയ ചിരിക്കുന്ന എലമെന്റ് അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നുമില്ല. തങ്കമണി എന്ന് പറയുന്നത് കണ്ണീരാണ് ആ സിനിമ. അപ്പോൾ അതിൽ ഒരു നല്ലൊരു ക്യാരക്ടർ ദൈവാനുഗ്രഹം കൊണ്ട് രതീഷ് ഭായ് വിളിച്ചു തന്നു. ഒരുപാട് സന്തോഷമുണ്ട്. പടം ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഒരാൾ വീട്ടിൻ്റെ ബാക്കിൽ കൂടെ കറങ്ങി വരുന്നു. അതങ്ങനെയാണ്, പണ്ടും അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ദൈവത്തിനും കണ്ണൻ എല്ലാം ദൈവാനുഗ്രഹമാണ്. ഇപ്പോൾ ഇറങ്ങുന്ന എൻ്റെ എല്ലാ പടങ്ങളും ഇത് കൈനീട്ടി ജനങ്ങൾ സന്തോഷം. ഇനി ഒരേ ഒരു ആഗ്രഹം എനിക്കുണ്ട്, ജോഷി സാറിന്റെ അടുത്ത പടത്തിൽ അഭിനയിക്കണം. ജോഷി സാർ നിരന്തരം കാണുമ്പോൾ ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട്. ഇന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും എല്ലാവരും അനുഗ്രഹങ്ങൾ എനിക്കും നമ്മുടെ ഈ സിനിമയ്ക്കും വേണമെന്ന് താഴ്മ അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. സംസാരിക്കാൻ എവിടെയായിരുന്നു ഇത്രയും നേരം? കറക്റ്റ് സത്യം പറഞ്ഞു. ഞാൻ ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. എല്ലാവരും കണ്ടു. കറക്റ്റ് സമയത്താണ് വിളിച്ചതല്ലേ? എങ്ങനെയുണ്ടായിരുന്നു തങ്കമണി? എന്തൊക്കെയാണ് തങ്കമണി വിശേഷങ്ങൾ? തങ്കമണി എൻ്റെ സിനിമ ജീവിതത്തിലെ ചുരുങ്ങിയ ഈ സിനിമാ ജീവിതത്തിലെ അനുഭവത്തിൻ്റെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സന്തോഷം വരുന്ന. എന്നാൽ ആ സമയത്ത് തങ്കമണിയിൽ സംഭവിച്ച ആ ആളുകളുടെ ഉള്ളിലെ യഥാർത്ഥത്തിലുള്ള വേദനയും വിഷമവും ഒക്കെ എന്താണെന്ന് ഒരു ഏകദേശം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടി. അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ആ സിനിമ കഴിഞ്ഞപ്പോൾ വന്നത്. എന്തായാലും ഈ തങ്കമണി സിനിമ ഒരു മലയാള സിനിമയിലെ ഒരു തങ്ക മണിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അത് അഭിനയിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ മനസ്സിൽ ഒരു തങ്ക മണിയുണ്ട്. വളരെ സന്തോഷം. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചു വരുത്തിയ എൻ്റെ എല്ലാ പ്രവർത്തകർക്കും സംഘാടകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദിലീപുമായിട്ട് ഞങ്ങൾ വളരെ രീതിയിൽ ഒരുപാട് എന്നെ വേദനിപ്പിച്ചു. ദിലീപ് ഈ സിനിമയിൽ
അതായത് ആദ്യം ഒരുപാട് വേദനിപ്പിച്ചു എന്ന് പറയുന്നത് ഞാൻ കഥാപാത്രത്തെയാണ് വേദനിപ്പിച്ചത്, എന്നെയല്ല. എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അങ്ങനെ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇത്രയും ഉപദ്രവം ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമയിൽ അനുഭവിക്കുന്നത്. അതിൽ ഇതിലേക്കുള്ള പ്രത്യേക കിടപ്പാടുണ്ട്, നന്ദിയുണ്ട്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദേവിയുടെ ചാനലുകാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. കോട്ടയം രമേശിനെ ദിലീപ് ഉപദ്രവിച്ചു എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഞാൻ പോസിറ്റീവ് മാത്രമാണ്, നെഗറ്റീവ് അല്ല. ഓക്കെ, താങ്ക് യു, നന്ദി. അവസാനം സ്വയം തക്കടിച്ചു. അടിപൊളി. ഓക്കെ, ലേറ്റ് ആവാൻ ലേറ്റസ്റ്റ് ആവും. രണ്ടുപേർക്കും താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. യു നോ, ആ ടീസറിൽ ആ ഒരു ഷോട്ട്, ആ ഒരു ലുക്ക് വാസ് ലൈക് വേ ഔട്ട് ഓഫ് ദ ബോക്സ്. ഒരു രക്ഷയില്ല. ആ ഒരു ഫ്രൈറ്റനിങ് ഫാക്ടർ ഓൺ യുവർ ഫേസ്, ഇറ്റ് വാസ് ടു ഗുഡ്. അതാണ് ആദ്യം ഞാൻ രതീഷ് ഭായി എനിക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു കഥയൊക്കെ ഓക്കെ, വെരി ഗുഡ്, നല്ല ക്യാരക്ടറൊക്കെയാണ്. പക്ഷെ ഞാൻ ഏത് മോഡൽ ബെൻസ് കാറിനാണ് നടന്നത്? കൂളിംഗ് ഗ്ലാസ് ബ്രാൻഡ് ചെയ്താണ്, സൂട്ട് ഇറ്റാലിയൻ ആണോ ഫ്രഞ്ച് ആണോ, എന്തൊക്കെയാണ് പരിപാടികൾ? പിന്നെ 6 പാക്ക് ആപ്സ് ആണെങ്കിൽ അതിൻ്റെ ഫീസ് കുറച്ച് എക്സ്ട്രാ ആണ് എന്നൊക്കെയാണ് എൻ്റെ ധാരണയായിരുന്നു. അപ്പോൾ രതീഷ് പറഞ്ഞു ഒന്നുമില്ല, ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയലിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല, ഇല്ല അതൊന്നുമില്ല. അല്ല ഇങ്ങനെ അഭിനയിക്കാവുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ബോധ്യപ്പെടും, അല്ല അതൊക്കെ തന്നെയാണ് അങ്ങനെ റിയലിസ്റ്റിക്. അപ്പോഴാണ് എൻ്റെ കണ്ണു നിറഞ്ഞത്. എന്നെ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ കാണാൻ പറ്റിയ ഈ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ വളരെയധികം പ്രാർത്ഥിച്ച് മേടിച്ചതാണ് ഇങ്ങനെ ഒരു കഥാപാത്രം. എപ്പോഴും ഈ സ്റ്റൈലിഷ് അതിൽ നല്ല രസമുണ്ട് അതൊക്കെ ചെയ്യാനും, പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കരധികം ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഈ സിനിമയിൽ കൂടി അത് ലഭിച്ചു. അത് മാത്രമല്ല ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും എനിക്ക് അവസരം കിട്ടി. സിനിമ ഞാൻ ഫൈനൽ കട്ട് കണ്ടില്ല. ദിലീപേട്ടനോട് ഞാൻ ചോദിച്ചു, ദിലീപേട്ടൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു, അത് നമ്മളത് കട്ട് ചെയ്തു, ഭാഗ്യത്തിന് നമ്മൾ അഭിനയിച്ച പോർഷൻസ് കയ്യിലുണ്ട്, അപ്പൊ നമ്മൾ സേഫാണ്. അപ്പൊ എന്തായാലും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് എനിക്ക് വേണ്ടി നല്ലൊരു ആസ് എൻ ആക്ടർ വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ആസ് എൻ ഓഡിയൻസ് എല്ലാവർക്കും റിവാർഡിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സിനിമ പോയി കേട്ട് കാണാം. അതുമാത്രമല്ല, ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയും കൂടിയുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞില്ല, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഭാര്യ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സുന്ദരിയായ പെൺകുട്ടിയോട് എൻ്റെ ഭാര്യയാണ് തോന്നി. നമ്മുടെ ഇത്രയും നല്ലൊരു ഓഡിയോ ലോഞ്ച് ഇവൻ്റ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ഹാവ് ഹർ ഓൾസോ ബി പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി ആൻഡ് താങ്ക് യു. ഇത് ഇപ്പൊ കല്യാണം കഴിഞ്ഞ സ്നേഹം നിങ്ങൾ ആരോന്നും വിചാരിക്കണ്ട. അല്ല, ഞങ്ങള് പരിചയമായിട്ട് കുറച്ച് നാളായി. കുറച്ച് അതിന്റെ ഓക്കെ. സോ എനിവേ, അപ്പൊ ഇനി റിയലിസ്റ്റിക് മൂവീസ് മാത്രമാണോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇനി അടുത്തത് സൂപ്പർ ഹീറോ ചെയ്യണം. സൂപ്പർ ഹീറോ ചെയ്യണം, മറ്റേ ബാങ്ക്സ് ഒക്കെ സെറ്റ് ആണ്, അത് ചെയ്യണം. പിന്നെ അൾട്രാ റിയലിസ്റ്റിക് ചെയ്യണം. Okay, so anyway, big round of applause. Thanks a lot for doing that. ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ ശേഷം ഹൗസ് ലൈഫ് now? Life is more peaceful and ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കും യൂഷ്വലി. അപ്പോൾ ഇന്ന് ബിക്കോസ് ഷീ ഈസ് ദേർ ഐ ആം ഫാർ മോർ റിലാക്സ്ഡ്. ഇത് രതീഷ് ആലോചിക്കുന്നുണ്ടാവും, ഒരു 10 വർഷം കഴിയട്ടെ അപ്പൊ പറയും അപ്പൊ കൊടുക്കും ടൈറ്റിലുണ്ടാണോ. So anyway, big round of applause for that man. Wishing you both all the best for your amazing life ahead. So thanks a lot today for joining. And moving on, നമുക്കറിയാം നമ്മളോട് how was your experience? തങ്കമണി. എല്ലാവർക്കും നമസ്കാരം. ജോസ് ശിശിരത്തിന് സ്പെഷ്യൽ നമസ്കാരം. படத்தில் சயின்ஸில் வந்து வில்லனா நடிக்க வச்சாரு. முதல்ல 98ல் சினிமா வரும்போது சூப்பர் குட் ஃபிலிம்ஸ் சென்னையில் ஆஃபீஸில் போனோம்னா
அங்கே பல டைரக்டர்கள் இருப்பாங்க. ஒரே நேரத்தில் 4 ஆஃபீஸ் போட்டு 4 டைரக்டர்ஸ் இருப்பாங்க. வாய்ப்பு தேடி அலையும் போது நிறைய படங்கள் வந்து நான் சின்ன சின்ன கேரக்டரில் சூப்பர் குட் ஃபிலிம்ஸில் நடிச்சிருக்கேன். ஆஃப்டர் லாங் டைம் சூப்பர் குட் ஃபிலிம்ஸோடைய பேனரில் தங்கமணி திரைப்படத்தில் ஒரு அருமையான கேரக்டரில் நடிக்க வச்சது நம்ம ரத்தீஷ் சாருக்கு என்னோட மனமார்ந்த நன்றியை முதல்ல தெரிவிச்சுக்கிறேன். அதே மாதிரி இந்த படத்தோட எக்ஸிக்யூட்டிவ் ப்ரொடியூசர் சுஜித் சாருக்கு நான் மிகப்பெரிய நன்றி சொல்லணும். அவர் தொடர்ந்து 2வது படத்தில் என்ன நடிக்க வச்சிருக்காரு, சோலமன். அது இன்னும் ரிலீஸ் ஆகலை. தங்கமணி 2வது படம். தேங்க்யூ ஸோ மச் சார். முதல்ல டைரக்டர் ரத்தீஷ் சாருக்கு நான் மிகப்பெரிய ஒரு நன்றி சொன்னால் அவருக்கு ரொம்ப ரொம்ப நன்றி கடன்பட்டிருக்கேன். ஏன்னா இந்த படத்தில் என்னை கம்மி பண்ணும்போது போலீஸ் கேரக்டர் அப்படின்னு சொன்னாங்க. நான் அப்போ தாடி வச்சுருந்தேன். மாளிகைபுரம் படத்தில் ஒரு வில்லன் கேரக்டரில் நடிச்சிருந்தேன். அட் த சேம் டைம் சலாருங்கிற தெலுங்கு படத்துலையும் ஒரு முக்கியமான கதாபாத்திரம் பண்ணியிருந்தேன். ஸோ அதுலேயும் தாடி கண்டினியூட்டி. அவர் சொன்னார், சார் தாடியை எடுத்துருவீங்களா அப்படின்னாரு. இல்லை சார், அதுக்குள்ளேயும் முடிஞ்சிடும். ஸோ அது ஷூட்டிங் வரும்போது எடுத்துருவேன் சார் அப்படின்னா. ஏன்னா தெலுங்கு படம் அதுக்குள்ளே முடிஞ்சிடும் நானும் எதிர்பார்த்தேன். பட் தங்கமணி ஷூட்டிங் ஆரம்பிச்சது ஃபர்ஸ்ட் வந்து ஃப்ளாஷ்பேக் போர்ஷன் தான் எடுத்தாங்க. சாரி, லைவ் தான் எடுத்தாங்க. அப்போ சரி பரவாயில்ல சார், லைவில் வந்து போலீஸ் கேரக்டராக இருந்தாலும் தாடி தான் பரவாயில்ல சார் அப்படின்னு சொல்லி தாடியோடவே நடிச்சிட்டேன். அப்புறம் ஒரு மாதம் கழிச்சு தான் வந்து அந்த ஃப்ளாஷ்பேக் போர்ஷன் வந்து எடுக்க ஆரம்பித்தாங்க. அப்போது நான் ஷேவ் பண்ணி ஆகணும். ஷூட்டிங் ஸ்பாட்டில் டைரக்டர் வந்தார். நான் ரொம்ப அப்செட் ஆகி உட்காந்துட்டு இருக்கேன். என்ன பண்ணுறது, ஏன்னா இதில் ஷேவ் பண்ணிட்டோம்னா நம்ம வந்து சலார் படத்தில் அங்கே நம்ம பதில் சொல்லி ஆகணும். ஏன்னா சலாரும் அப்போ முடியும் எதிர்பார்த்தேன், ஆனால் முடியல. இங்கே நம்ம வந்து ஷேவ் பண்ணி ஆகணும், என்ன பண்ணுறது சொல்லிட்டு ரொம்ப எனக்கு அந்த காஞ்சியில் உட்காந்துருக்கேன். அப்போ சார் வந்து என்ன சார் நல்லா இருக்கீங்க அப்படின்னு டைரக்டர் வந்து கேட்காரு. இல்லை சார், இந்த மாதிரி சுச்சுவேஷன். ஒரு செகண்ட் யோசிச்சுட்டு டோன்ட் வரி சார், வழி பண்ணலாம், இதுக்காக ஒரு சோகமாக உட்காந்துருக்கீங்க, டோன்ட் வரி, வாங்க பெர்ஃபார்ம் பண்ணுங்க அப்படின்னு சொல்லிட்டு அன்றைக்கி அந்த சீன் எடுத்து முடிச்ச பிறகு மறுநாள் காலையில் அவர் சொல்கிறாரு, நீங்கள் தாடியோடவே போலீஸ் கேட் பண்ண போகிறீங்க. சார் எப்படி சார் போலீஸ் கேட் எப்படி சார் நம்ம வந்து தாடியோட பண்ண முடியும் அப்படின்னு கேட்டதுக்கு ஒரே ஒரு டைலாக்ல நான் வந்து உங்களை அந்த டைலாக்லேயே வந்து நான் கன்வே பண்ணிடுறேன், நீ கவலைப்படாதீங்க அப்படின்னு சொல்லி படத்தை பார்க்கும்போது தான் எனக்கு தெரியும் அவர் என்ன பண்ணி வச்சிருக்காருன்னு தெரியல. பட் ரொம்ப ரொம்ப சாரி சார், நான் வந்து உங்களுக்கு எந்த வகையிலையாவது இந்த படத்தில் என் கேரக்டர்னால உங்களுக்கு ஏதாவது பாதிப்பு ஏற்பட்டுமோ நீங்கள் ரொம்ப பயந்துறாரு. எதுவும் அதனால ஆயிருக்காரு நான் நம்புகிறேன். ஸோ இந்த நேரத்தில் இந்த படத்தில் ஒர்க் பண்ண எல்லாருக்குமே கோ ஆர்டிஸ்ட், என்னுடைய கோ ஆர்டிஸ்ட் ஜான் விஜய் சார், அவரோட வந்து அஜய் படம் போட்டார் அவரோட. அப்புறம் நம்ம டிஓபி சார், நான் ஆல்ரெடி ஷிக்காருங்கிற படத்தில் மனோஜ் பிள்ளை சார் கூட ஒர்க் பண்ணியிருக்கேன். இது 2வது படம் அவரோட. ஸோ இந்த படத்தில் ஒர்க் பண்ண எல்லாருக்குமே என்னோட மனமார்ந்த நன்றியை தெரிவிச்சுக்கிறேன். இந்த படம் தங்கமணி, இந்த சாங் ஒன்று மட்டுமே போதும், அவ்வளோ ஒரு சாங், அதாவது மனசு அவ்வளோ ஆழமாக பதிஞ்சிருக்கு இந்த சாங்கு. ஏன்னா தமிழ் ஆடியன்ஸே நிறைய பேர் ஃப்ரெண்ட்ஸ் எல்லாம் கேட்டுட்டு ரொம்ப அற்புதமாக இருக்குன்னு சென்னையில் எல்லாருமே காமிக்கும்போது சொன்னாங்க. ஸோ இந்த சாங் வந்து ரொம்ப பேசப்பட்டு இருக்கு. இந்த படமும் ரொம்ப பேசப்படணும்னு நம்புகிறேன். இந்த படம் மாபெரும் வெற்றி அடைய மனமார்ந்த வாழ்த்துக்கள் தெரிவிச்சுக்கிறேன். நன்றி. ஒரு சின்ன டவுட் இருக்கு சார், நீ வந்து எல்லா படத்துலயும் வில்லன், அது ஏன்? இல்லை, நான் நிஜ வாழ்க்கையில் வில்லன் கிடையாது. ஆனால் முகம் வந்து அது மாதிரி இருக்கிறதுனால பார்க்குறவங்க எல்லாருமே என்னை வந்து வில்லனாகவே பார்த்துட்டு இருக்காங்க. ஸோ அதுவும் ஒரு நல்ல ஒரு வாய்ப்பு வருதுல. இந்த கெட்டப்புனால இந்த வில்லனாக தோற்றம் இருக்கிறதுனால நிறைய எனக்கு வேலை வாய்ப்பு வருது. இன்ஃபேக்ட் முதல்ல என்னை வந்து சின்ன சின்ன கேரக்டர் நடிச்சிட்டு இருக்கும்போது முக்கிய வில்லனா ஜனகன் அப்படிங்கிற திரைப்படத்தில் சஞ்சீவ் சார் வந்து என்னைய வந்து முக்கிய வில்லனா மலையாளத்தில் முதல் முறையாக அறிமுகப்படுத்தினாரு. அதுக்கு முன்னாடி வரைக்கும் நான் வந்து சின்ன சின்ன கேரக்டர் தான் நடிச்சிட்டு இருந்தேன் தமிழில். மலையாளத்தில் தான் என்னை வந்து முதல்ல ஒரு முக்கிய வில்லனா அறிமுகப்படுத்தினாங்க. அது மட்டும் இல்லை, இப்போ ஒரு படம் பாக்கியலட்சுமி அப்படிங்கிற திரைப்படம் நான் பண்ணிட்டு இருக்கேன். அதில் வந்து முதல் முறையாக ஒரு முஸ்லீம் கேரக்டரில், அதுவும் ஒரு பாசிட்டிவ் ரோலில், ஒரு லீட் ரோலில் பண்ணியிருக்கேன். ஹீரோவா சார்? அப்படிதான் அந்த டைரக்டர் சொன்னார். ஆனால் ஹீரோ ஹீரோயின் அப்படிலாம் கிடையாது. அந்த படத்தோட டைரக்டர் வந்து சஜின் லால் சார். அவரோட இதுக்கு முன்னாடி ஒரு படம் அவரோட தமிழில் பண்ணியிருக்கேன். இது 2வது படம். மலையாளத்தில் என்னையும் வந்து ஹீரோவாக ஃபீல் பண்ணி அவர் ஒரு பாசிட்டிவ் ரோல் நடிக்க வச்சிருக்காரு. அவருக்கும் இந்த நேரத்தில் நன்றி தெரிவிச்சுக்கிறேன். நீங்கள் சொன்ன மாதிரி இனிமேல் வந்து இதை பார்க்குறவங்க பாசிட்டிவ் ரோல்ஸும் கூப்பிட்டாங்க நான் நம்புகிறேன். Thank you. Thanks a lot, sir. Thanks a lot for joining us. Thank you. And now let's enjoy
எப்படி சார் சௌக்கியமா? சூப்பர். கெத்தா இருக்கியா? ஹாய் எவ்ரிவன், குட் ஈவினிங். என் பேர் ஜான் விஜய். நான் சின்ன வயசுலேருந்தே எப்படின்னா தமிழில் பேசுவாங்க. தமிழில் பேசுவாங்க எல்லாம் கை தெரியும். எனக்கு வந்து எப்படின்னா இந்த ஃபைட் கிளப்பில் இருக்கிற மாதிரி என் கூட மேட்ச் பண்ணி சண்டை போடுறவங்க கூட விளையாட ரொம்ப பிடிக்கும். ஸோ இப்போ வந்து நான் சினிமாவில் நடிக்கிறேன், ஆக்டர். இங்கே வந்து எனக்கு தங்கமணி படத்துக்கு எல்லாருமே சமம் நடிக்கிறேங்க, எல்லாருமே சமயம் நடிக்கிறாங்க. காம்படிஷன் ஸோ பியூட்டிஃபுல். கம்பேர் பண்ணுறதுக்கு அடிச்சு அவங்க பியூட்டிஃபுல்லாக நடிச்சிருக்காங்க. ஃபஸ்ட்டு திலீபன் நடித்தாங்க. திலீபனை வந்து நடித்த படங்கள்லாம் நிறைய பேர் பார்த்துருப்பீங்க. நான்லாம் வந்து ரீமேக்கே பார்த்துருக்கேன். ஏன்னா நான் ஃபஸ்ட்டு திலீபனை படத்தை பார்ப்பேன், அவர் எப்படி நடிச்சிருக்காரு அப்படின்னு பார்ப்பேன். அதில் ரீமேக்கில் ஒருத்தர் நடிப்பார் தெரியுமா, அந்த படத்தையும் பார்ப்பேன். ஏன்னா அவர் எப்படி நடிச்சிருக்காருன்னு பார்க்கணும்ல, அப்போ தானே நம்ம திலீபனை எப்படி நடிச்சிருக்காருன்னு தெரியும். யாரும் நான் நடிக்கல, எப்பவுமே ஒரிஜினல் தான். எங்கள் அண்ணன் ஒரு வாட்டி கேட்க, நான் வந்து அவர் படம்லாம் பார்த்து வளர்ந்தேன்னா கொஞ்சம் பெருசாகிட்டேன். எனக்கு ரொம்ப ஆசை திலீபனை படத்தில் நடிக்கணும் அப்படின்னு. நான் அந்த படத்தில் நடிக்க வர வரைக்கும் எனக்கு தெரியாது திலீபன் தான் ஹீரோன்னு. பார்த்தா பாவமாக ஒரு ஆள் ரோட்டில் அப்படி நின்றுட்டு இருக்காரு. சார் அவர் ஹீரோ சார், திலீபன் தான். அவ்வளோதான். ரொம்ப ஃபீலிங்லாம் எக்ஸ்ட்ரா ஃபீலிங்லாம் கிடையாது. நாங்களாம் ஆக்டர்ஸ்லாம் ரொம்ப நல்லவங்க. எங்கள் ஆக்டர்ஸ்க்காக இன்னொரு வாட்டி கேட்டுருக்கு. எங்களுக்கெல்லாம் வந்து குழந்தை மாதிரி நாங்கள் வந்து மனசில் இருக்கிறத வெளியே காட்டிட்டு வீட்டில் போய் படித்து தூங்கிடுவோம், அவ்வளோதான். அப்புறம் நீங்களாம் ஏதாவது எங்களை பற்றி சொல்லுவீங்க, நாங்களாம் கேட்டுட்டு ஓகே சொல்லுங்கள் அந்த மாதிரி. ஸோ காம்படிஷன் வெரி ஸ்ட்ராங். இதில் பார்த்தீங்கன்னா மாளவிகான்னு ஒருத்தாங்க, குட்டி பொண்ணு நடிக்க சொன்னா பீர் பண்ணுது. அதே மாதிரி குடு குடு குடுன்னு ஓடி போய் கிணத்துல விட சொன்னா உண்மையாவே கிணத்துல விட்டுச்சு. ஸ்டண்ட் மாஸ்டர் ஷாக் ஆகிடுது. ஐயோ, ஏன்னா அந்த கிணத்து கீழே பார்த்தீங்கன்னா கல்லா இருக்குது, இப்படி உள்ளது. அந்த மாதிரி ஒரு ஆக்டர். அப்புறம் வந்து நீத்தா, ஆமா, அவங்க கராட்டேலாம் தெரியுமா? அதாவது நம்ம ஊர்ல நல்ல வீட்டில் அழகான அப்பா அம்மா, ஒரு நல்ல குடும்பம் அப்படின்னா திலீபனும் அந்த நீதாக்காவும் பார்த்தீங்கன்னு வச்சுக்கோங்களேன். இந்த மாதிரி ஒரு குடும்பம் இருந்தால் எவ்வளோ சந்தோஷமா இருக்கும். அதான் தங்கமணிங்க. இதுக்கும் கேட்கணுங்க. இதெல்லாம் இருந்தாலும் இருக்கிறதுலேயே ஒரு ரொம்ப கெட்ட ஒருத்தன் வேணும் தெரியுமா? வெல்கம் டு ஜான்வி. நாங்களாம் வில்லன் தாங்க. நாங்களாம் ரொம்ப நல்ல ஆல் வில்லன்ஸ் ஆர் குட் பீப்புள் இன் லைஃப். ஏன் தெரியுமா உங்களுக்கு? எல்லா மனுஷனுக்கும் நல்லதும் கெட்டதும் இருக்கும். நல்லதெல்லாம் அவன் வந்து வெளியில் காட்டினே இருப்பான், நார்மல் பீப்புள். நாங்களாம் வில்லன் இல்லை, கெட்டதெல்லாம் சினிமாவில் காட்டிட்டு நல்லதான ரியல் லைஃப். எங்கள் மாதிரி நல்லவங்க யாரும். எங்கள் திலீபண்ண அதை வந்து வெளியே காட்டுறதுக்கு ஒரு ஆப்பர்ச்சுனிட்டி கொடுத்தாரு. இது வந்து டேரக்டர் வித்திஸ். நான் ப்ளீஸ் சார், நானே டப் பண்ணிடுறேன். எங்கள் அம்மா மலையாளி, இதில் எக்ஸ்ட்ரா 50. எங்கள் அம்மா மலையாளம் பேசி நான் கேட்டதே இல்லை. அவங்க வந்து கல்யாணம் திருவாரூர். திடீர்னு ஒரு நாள் யாராவது அப்படி பாசிட்டிவ்ல வந்து போகும்போது எங்கள் மலையாளம் பேசுவோம். என் பொண்ணு கேட்டேன், I've been married with you for 15 years. I heard your mom speak Malayalam. Are you a Malayali? நானே கேட்டேன் சார், அம்மா மலையாளி சார், நான் வந்து டப் பண்ணுறேன் சார். அவர் சரி ஓகே, ஃப்ளைட் டிக்கெட்டு அப்புறம் ஹோட்டல் ரூம் அவ்வளோதான் சார். சரி வா அப்படின்னு சொல்லி நான் அப்புறம் ஃபோன் பண்ணியிருக்கேன். ஃப்ளைட் சார்ஜ் ஃபுல்லாக ஃபோன் எனக்கு கூட டப் பண்ணேன் சார். 4 லைன் டப் பண்ணேன். அப்புறம் வந்து சோறு கொடுத்தாங்க, நல்லா ரெட் ரைஸ், பீஃப் கறி ஃபுல்லாக சாப்பிட்டு சார். ஓகே சார், சார் 2 லைன்லேயே ஓகே சார், அதனால தான் டப் பண்ண சார். போய் டப் பண்ணுங்க சார். நான் தான் ஃபுல்லாக டப் பண்ணியிருக்கேன். தங்கமணி பியூட்டிஃபுல் ஃபிலிம்.
great performance, amazing people, lovable place to be. அஜ்மல் தம்பி வேறு தெரியும் ஸ்டைல் எப்பவுமே வந்து நானும் ரொம்ப வருஷமா பார்த்துருக்கேன். அவன் வயசாகும்னு பார்த்தா அவன் வயசே ஆக யூத்தாகவே. I'll tell you, thank you very much for appreciating the Malayalam film industry. And Dilipana, thanks a lot. உங்களை பார்த்து குட்டி போயிடலான்னு வாழ்ந்தேன். I am sure that நான் ஏதோ உங்களை வச்சிருக்கேன். சூப்பராக இருக்குங்க. வேற லெவல். நாங்களாம் வந்து நடிகர்கள் சார். எங்களுக்கெல்லாம் வந்து எக்ஸ்ட்ரா ஃபீலிங் கிடையாது. எங்களுக்கு ஒன்றே ஒன்று தான், யாருமே எங்களுக்கு காம்படிஷன் கிடையாது. நாங்கள் தான் காம்படிஷன். கர்நாடகில் பார்க்க ஸ்டைலாக இருக்கும். கிழிஞ்ச சட்டை போட்டு போகிறேன் அப்படின்னா காசு கொடுத்து வாங்கினா சாரா. So I tell you, all of you, please go watch. அதாவது சவுத் இந்தியா அப்படின்னா அதுக்கு ஒரு அழகு இருக்குங்க. அது வந்து கேரளாவில் நிறைய இருக்குங்க. அது இந்த படத்தில் இருக்குங்க. சூப்பர் குட் ஃபில்ம் பண்ணியிருக்காங்க. அவங்க சூப்பர் குட் ஃபில்ம் பண்ணுவாங்க. அது உங்கள் மனசில் எங்கள் அண்ணா சொன்ன மாதிரி தங்க மணி மாதிரி இருக்கும். I love you all. Thank you very much. Thank you very much. And this for everything and all the pretty girls. Thanks, sir. What, sir? You have a question? No question for you. I asked one question. No. ഒരു വില്ലനായി മാറിയിരിക്കുന്നത് ഇത്രയും സുന്ദരനായ വേറൊരു വില്ലൻ എവിടെ കിട്ടും അല്ലേ? So here we have Ajmal Amir. Ajmal, how are you doing? How's life? All good, doing good. All good? Okay, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തങ്കമണി എക്സ്പീരിയൻസ്? ആ ഒരു ഷോട്ട് യു ലുക്കിംഗ് സോ ഗുഡ്. ഒരു കുറച്ച് ഡിഫറെന്റ് ലുക്ക് കൂടെ ആണെന്ന് തോന്നുന്നു. Okay. എല്ലാവർക്കും നമസ്കാരം. ജോർജ് സർ, ഇവിടെ മിസ്റ്റർ നാദിക, എല്ലാവർക്കും. ജോൺ കാലിക്കറ്റിലേക്ക് ഇവിടെ പോകാൻ. തങ്കമണിയിൽ ഞാൻ വളരെ ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഈ സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. വേറൊന്നുമല്ല, എൻ്റെ 3 വലിയ ലക്ക് ഫാക്ടേഴ്സ് ഉള്ള സിനിമയാണ് തങ്കമണി. ആദ്യം നമ്മളുടെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ, ഞങ്ങളുടെ ആലുവാങ്ങളുടെ അഭിമാനം, നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ചും എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ചും നമ്മളുടെയൊക്കെ ആയുസ് ഒരുപാട് കൂട്ടിത്തന്ന നമ്മൾ സ്വന്തം ദിലീപേട്ടൻ്റെ കൂടെ 3ാമത്തെ സിനിമയാണ്. ആദ്യം അരികെ, 2 Countries, പിന്നെ ഇപ്പോൾ തങ്കമണി. ഈ 2 സിനിമകളും ദിലീപേട്ടൻ സ്റ്റേജ് സെറ്റാക്കി വെച്ചിരിക്കുന്ന പെൺപിള്ളേരെ അടിച്ചോണ്ട് പോകുന്ന ഒരു പരിപാടി. അരികേല് സമൃദ്ധാസ് മുന്നിലാണെങ്കിൽ 2 Countries നിഷാദല്ല. പക്ഷെ ദിലീപേട്ടന്റെ ക്യാരക്ടറും പ്രേക്ഷകരൊക്കെ എങ്ങനെയെങ്കിലും ദിലീപേട്ടൻ തലേന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഞാൻ സേവിയറായിട്ട് വന്ന് അടിച്ചത് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എന്നോട് വെറുപ്പില്ല, സന്തോഷം. പിന്നെ ഇതില് സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ 3ാമത്തെ സിനിമയിലാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നത്. ഇതിൽ മുന്നേ തെലുങ്ക് ഓഡിയൻസിന് എന്നെ പരിചയപ്പെടുത്തിയത് സൂപ്പർ ഗുഡ് ഫിലിംസ് ആണ്. രംഗം എന്നൊരു വലിയ സിനിമ, തൊട്ടുപുറകെ രക്ഷ, ഇപ്പോൾ തങ്കമണി. ഈ സിനിമയിലേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം സുജിത് ഏട്ടനാണ്. സുജിത് ഏട്ടൻ പാപ്പന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു. പാപ്പൻ ഭയങ്കര ഹിറ്റായിരുന്നു. പാപ്പന്റെ എൻ്റെ ലക്ക് ഫാക്ടറി നീതാപ്പുള്ളി ഇവിടെ ഉണ്ട്. വലിയ ഒരു ആക്ട്രസ് ആകാൻ പോകുന്ന കുട്ടിയാണ് നീത. അപ്പോൾ ഈ സിനിമയിലൂടെ നമ്മുടെ രതീഷ് എന്ന ഡയറക്ടറും പ്രണീതയും ഒക്കെ എൻ്റെ അടുത്ത ലക്ക് ഫാക്ടറാകാൻ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർച്ച് മാസം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാസം കൂടി ആകാൻ പോവുകയാണ്. കാര്യം ഞാൻ നായകനായി രാം ഗോപാൽ വർമ്മ ഡയറക്റ്റ് ചെയ്യുന്ന വ്യൂഹം എന്ന തെലുങ്ക് സിനിമ ജഗൻമോഹൻ റെഡ്ഡിയായി ഇപ്പോഴത്തെ ആന്ധ്ര സിനിമ ഞാൻ അഭിനയിക്കുന്ന സിനിമ മാർച്ച് 1 റിലീസ് ആവുകയാണ്. ഇപ്പോൾ തങ്കമണി 7th. സോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും ഉണ്ടാവും. അന്യഭാഷയിൽ നായകനായിട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ഒന്ന് ചെറിയ വേഷമുണ്ട്. പ്രധാന റീസൺ മലയാളി പ്രേക്ഷകർ എന്നെ വിട്ട് പോകല്ലേ എന്നുള്ള ഒരു കാരണം കൊണ്ടും ഒരുപാട് മലയാള സിനിമകൾ ചെയ്യാനുള്ള കൊതിയോടുകൂടി തന്നെയാണ്. സുദേവ്, ഐ തിങ്ക് ഹാവ് ലെഫ്റ്റ്. ഐ റിയലി വാണ്ട് ടു കൺഗ്രാറ്റുലേറ്റ് ഹിം ഫോർ ഹിസ് വെഡിങ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബ്രോ. ഒരുപാട് മലയാള സിനിമകളിൽ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അഭിനയിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ പെട്ടെന്ന് ലിസ്റ്റ് ഈ ദുഷ്ടനൊക്കെ ഒരുപാട് വിളിച്ചു വിളിച്ചെങ്കിൽ മതിയായി, ഫോൺ പോലും എടുക്കൂല. അല്ല, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. ലിസ്റ്റർ എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെയാണോ? Anyway, just kidding. So thanks a lot Ajmal for joining us and wishing you all the best for all the movies that come in. Big round of applause for Ajmal Amir and
ഒരുപാട് അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സിനിമയിൽ നമുക്ക് ഒന്നല്ല 2 നായികമാരാണ് ഉള്ളത്. ഹിന്ദി, തെലുഗു, തമിഴ്, കന്നഡ, മലയാളം സിനിമകളിൽ നായികയായിട്ട് പല വേഷങ്ങളും എത്തിച്ചേർന്നിട്ടുള്ള ഒരു നടിയാണ് പ്രണീത. So we're very happy to have you in our industry. So how was your experience with Thangamani? എല്ലാവർക്കും നമസ്കാരം. Very happy to be here in the Malayalam industry, and for my first film to be a Dilip sir starrer, I think I'm really lucky, and I just saw the teaser and I'm just in awe of what we've created. Thank you Radish sir for envisioning me as a cop, because even I didn't think that I could be a cop, because I've always played a very sweet girl next door, bubbly, romantic, only those roles so far. So this is the first time playing an intense cop character. So I really hope all of you will love it. And I also wanted to thank the producers for taking very good care of me on set. Dilip sir for being a wonderful co-actor. I think especially those scenes are so intense. And every time Dilip sir finished the shot, the entire set would be clapping. So I'm just waiting to watch those scenes on the big screen. And I just want to thank all my co-actors and wishing the film all the luck. Thank you. Thanks a lot for joining us this day, and it's our pleasure to have you here and in the movie as well. So we hope you really enjoyed working out this movie, and can we see you more in a lot of Malayalam movies now? Of course, by then I learned Malayalam. Oh, I want to thank Danya ji. She's the assistant director, and she was really, because Malayalam na pura samsarika therila. So she was helping me out. So I really want to thank her as well. So did you learn anything in Malayalam from these days? എനിക്ക് മനസ്സിലായോ, പക്ഷേ സംസാരിക്ക no. Okay. Anyway, let's give a big round of applause for the effort. Thanks a lot for joining us. Yeah, thank you. Please. And അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു നമ്മളിപ്പോ ഓഡിയോ ലോഞ്ച് ചെയ്തു. വി ലോഞ്ച് ദ ന്യൂ സോങ്. അപ്പോൾ ആ സോങ്ങിൽ മുടനീളം ഉണ്ടായിരുന്നു. എനിക്കറിയാം നീത, ഇറ്റ്സ് ടൈം ടു ഇൻവൈറ്റ് യു ഓൺ ടു ദ സ്റ്റേജ് വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. കാരണം നീതയുടെ ഇതുവരെയുള്ള പല റോൾസും ഇറ്റ് വാസ് വെരി ഡിഫറെന്റ്, ഇറ്റ് വാസ് വെരി ബോൾഡ്, ബട്ട് ദിസ് വൺ ഇറ്റ് ലുക്സ് സോ ഡിഫറെന്റ് ഓൺ സ്ക്രീൻ. ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് മേക്ക് ഓവർ എന്നൊക്കെ നമുക്ക് പറയാം. വിശ്വസിക്കാവുന്ന അപ്പുറമുള്ള ഒരു മേക്ക് ഓവർ എന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് ഇപ്പൊ നോക്കുമ്പോൾ അങ്ങനെ എന്തായാലും പറയാം. കാരണം ഈ നിൽക്കുന്ന നീതല്ല, അവിടെയുള്ള ആ നീത. സോ നീത, how are you doing? How is life and how is Thangamani for you? Thank you. Life is okay. Thank you very much. Good evening. Firstly, ഇവിടെ വന്ന എല്ലാവർക്കും thank you for joining us this evening. Means a lot to me. പിന്നെ എനിക്ക് ഏറ്റവും സ്പെഷ്യലായ ജോഷി സർ, thank you for making the time to come today and do the honors with us. It means a lot to me. To begin with Thangamani, പാപ്പൻ കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന ചിത്രമാണ് തങ്കമണി. ഇതെൻ്റെ 4th മൂവിയാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത ഒരു ക്യാരക്ടറാണിത്. ഇതിനു മുമ്പ് ചെയ്തതെല്ലാം അത്യാവശ്യം ബോൾഡ് ഫിയർലെസ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷേ ഇതിൽ വളരെ സബ്ഡ്യൂഡായി ഒരു timid, devoted വൈഫ് എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം പെർഫോം ചെയ്യാൻ. ഐ ഹോപ്പ് ഇറ്റ്സ് കം ഔട്ട് ഓക്കെ. പിന്നെ സോ ലെറ്റ് മീ ഫസ്റ്റ് താങ്ക് ദി എൻറ്റയർ ടീം ഓഫ് തങ്കമണി ഫോർ ബീങ് വെരി സപ്പോർട്ടീവ്. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടർ രതീഷ് ചേട്ടൻ എന്നെ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ വിളിച്ചതിന് ഒരുപാട് പേരുണ്ട്. അത് ഓരോ പേരും ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ producers and Radish Shetton for inviting me to be a part of this project. പിന്നെ ഒരിക്കലും പറയാൻ വിട്ടുപോകാതിരിക്കേണ്ട ഒരാളാണ് ദിലീപ് ചേട്ടൻ. ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ചാലഞ്ചിങ് ക്യാരക്ടർ ആയിരുന്നു, ചെയ്തതിന് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തത്. ബട്ട് ബിക്കോസ് ഓഫ് യുവർ സപ്പോർട്ട് ആൻഡ് യു നോ he gave me a very friendly atmosphere to make me comfortable. Thank you very much for being such a supportive co-artist. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ ബീങ് വെരി നൈസ് ടു മീ ആൻഡ് മേക്കിംഗ് മീ കംഫർട്ടബിൾ. ഇറ്റ് വാസ് എ മെമ്മറബിൾ ജേർണി. എല്ലാവർക്കും തങ്കമണി ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ കമ്മിങ്. Thanks a lot, Neeta. I just want to ask you, you told it was challenging. But let me ask you, which one is easy for you, the bold characters or this one out here? I think the bold ones were
കാരണം അത് കുറച്ചുകൂടി Is that Nita? More towards that. അതെനിക്ക് ഇത് ചെയ്യുന്ന ഇപ്പൊ ഞാൻ റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ് അത്ര നല്ല ചെയ്തിട്ടില്ല, റൊമാൻസ് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ ചെയ്താൽ എത്രത്തോളം ശരിയാവും എന്നുള്ള പല ക്വസ്റ്റ്യൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി എനിക്ക് എളുപ്പം ബോൾഡ് ക്യാരക്ടേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. Anyway, all the best to you. Thanks a lot for joining us. Let's give a big round of applause. Thank you, Nita. Thanks a lot for joining us. And moving on, എനിക്കറിയാം കുറേ പേര് സംസാരിക്കും, പക്ഷേ you have to listen. കുറച്ച് പേര് കൂടി സംസാരിക്കാനുണ്ട്. So അടുത്തതായിട്ട് ഞാൻ ജിസ് ജോർജ് എന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. പലപ്പോഴും നിങ്ങൾ എല്ലാവരും ദിലീപേട്ടന്റെ സിനിമ കാണുന്നതിന് മുൻപ് ദിലീപേട്ടന്റെ സിനിമ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം പാസഞ്ചർ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു, ദിലീപേട്ടനായിരുന്നു, നീ എനിക്ക് വേണ്ടി ട്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടുള്ള ഒത്തിരി ഒത്തിരി സിനിമകൾ ദിലീപേട്ടൻ ഞാൻ ട്രാക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ മറ്റേ വോയിസ് ഓഫ് സത്യനാഥൻ പോലെയുള്ള സിനിമകൾ. ഈ സിനിമയ്ക്ക് വിളിച്ച സമയത്ത് എനിക്ക് എൻ്റെ സിനിമ തലവൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയം ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ദിലീപേട്ട ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. സോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ഇവിടെ ആദ്യം എത്തിയ ഒരാളാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി രതീഷിന്റെ സംസാരം കേൾക്കുമ്പോൾ. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ സുഹൃത്തെ, കാണാൻ കിട്ടാറില്ല ഈ സമയത്ത്. നിങ്ങളുടെ ശബ്ദത്തിൽ ഹൃദയം സംസാരിക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി സംവിധാനം ചെയ്ത സിനിമ ആയതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ആ നന്മ സിനിമയിൽ ഉണ്ടാവും. സിനിമ ഒരു വൻ വിജയമാകുമെന്ന് ഉറപ്പാണ്. ഈ എല്ലാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ നന്ദിയും ആശംസയും വിജയങ്ങളും നേരുന്നു. താങ്ക് യു. രതീഷ്, ദിലീപേട്ടൻ, എല്ലാവർക്കും ഒരു വിജയാശംസ നേരുകയാണ്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് റാഫിക, പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചൗധരി സാർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് ചൗധരി സാർ, RB ചൗധരി. എൻ്റെ പടം വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇന്ന് ഈ സിനിമ വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ചൗധരി സാർ ഒരു ഫിനാൻഷ്യൽ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ സിനിമകൾ എടുക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ സിനിമയുടെ കളക്ഷൻ കിട്ടിയിട്ട് വേണം ഇനി എനിക്ക് അടുത്ത സിനിമയുടെ പൈസ പോയി ചോദിക്കാനായിട്ട്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. ഇതെൻ്റെ ഒരു കുടുംബത്തിലെ സിനിമയാണ്. കാരണം പ്രവർത്തിച്ച ഒരുപാട് പേര് എൻ്റെ ഏറ്റവും സഹോദര തുല്യരാണ്. ഞങ്ങൾ ദിലീപാണെങ്കിലും ഡയറക്ടർ രതീഷാണെങ്കിലും. രതീഷ് എനിക്ക് വന്ന സിനിമ സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് 2-3 കഥകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രതീഷിൻ്റെതായ കഥകൾ കേട്ടിട്ടുണ്ട്. അതിൽ വളരെ നല്ല കഥകളാണ്. അതിപ്പോഴും സിനിമയായിട്ടില്ല. ഗംഭീര കക്ഷിയാണ് ആൾ. അതിലൊരുപാട് പ്രതീക്ഷയുള്ള കഥകൾ ഇനിയും രതീഷിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് മറ്റുള്ള നിർമ്മാതാക്കൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അല്ലേ? ഇനി തരൂല എന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും തരൂല. രതീഷിൻ്റെ സംവിധാനമായി. അപ്പോൾ ഏതായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഗംഭീരമാവട്ടെ ഈ സിനിമ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആശംസിക്കുന്നു. ഒരുപാട് നന്ദിയാണ്. ഒരു ദിവസം കൂടെ നമസ്കാരം. വന്നിരിക്കുന്നു. ഒരുപാട് സന്തോഷം. കാരണം മലയാള സിനിമയുടെ തന്നെ ഏറ്റവും നല്ല വർഷങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് സിനിമ പണ്ഡിറ്റുകൾ വിലയിരുത്തപ്പെടുന്ന വർഷമാണ് 2024. അപ്പോൾ തുടരെ ഹിറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് രതീഷ് ചേട്ടൻ്റെ, ദിലീപേട്ടൻ്റെ തങ്കമണി എത്തുകയാണ്. അപ്പം സൂപ്പർ ഹിറ്റുകളിലൊന്നും ആശംസിക്കാനില്ല. നിങ്ങളുടെ അധ്വാനം ഫലം കാണട്ടെ. പ്രേക്ഷകർ നിങ്ങളുടെ സിനിമയെ 2 കൈയും നീട്ടി സ്വീകരിക്കട്ടെ. തിയേറ്ററിൽ വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ അണിയർ പ്രവർത്തകർക്കും, നിർമ്മാതാക്കൾക്കും, കാസ്റ്റർക്കും എല്ലാവർക്കും എൻ്റെ ആശംസ. നമുക്ക് പറയാം. കാരണം മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഏറ്റവും നല്ലൊരു വർഷമായിട്ട് അദ്ദേഹം സ്ക്രീനിലെത്തിയ നമ്മൾ പലരും ചിരിച്ചുകൂടാൻ, പക്ഷെ ചിരിയോടൊപ്പം തന്നെ സീരിയസ് റോൾസും ആക്ഷനും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന മലയാളികളുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപ്.
ദിലീപേട്ട ഒരുപാട് നേരം ഇരുത്തിയെന്ന് എനിക്കറിയാം. പക്ഷെ സുഖമല്ലേ, സന്തോഷമല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ 148ാമത് സിനിമയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വേദിയിൽ നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു നെഞ്ചിടിപ്പോട് കൂടിയാണ് നിൽക്കുന്നത്. ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്നതിൻ്റെ ആ ഒരു ഫീലാണ്. സാധാരണ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ. എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തെ ഏൽപ്പിച്ച ഇതിൻ്റെ സംവിധായകൻ രതീഷ്. കാരണം ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഈ 28 വർഷമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, എൻ്റെ സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, എൻ്റെ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേര്, എല്ലാവരോടും കടപ്പാട് നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോവുക എന്നുള്ളത് നമ്മുടെ സ്വപ്നവും ആഗ്രഹമൊക്കെയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഒരു തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ നിന്ന് പറയാം, ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ സ്പിരിറ്റ് കിടക്കുന്ന ശരിക്കൊരു ആക്ഷൻ ഓറിയന്റഡ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ ഒരു തുടക്കം. പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിൻ്റെ ഹോം മിനിസ്റ്റർ ആക്കിയത്. സാറ് പിന്നെ ചെസ്, അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞ വലിയ സന്തോഷം. ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് വളരെ പരമശിവം എന്നൊക്കെ. അപ്പോൾ ആ സിനിമ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി. അപ്പോൾ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് കടക്കാനുള്ള അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സംവിധായകരോട് ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ പല സിനിമകൾ ചെയ്ത് 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 ഇന്നിപ്പോൾ തങ്കമണി എന്ന സിനിമയിൽ എത്തിയിരിക്കുകയാണ്. 1986 തങ്കമണി കട്ടപ്പനയിലെ, ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയിൽ തങ്കമണി സംഭവം ഉണ്ടാവുകയും അതൊക്കെ ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. പക്ഷേ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന, തങ്കമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ്. ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈപ്പിൻ കരയും അല്ലെങ്കിൽ കൂടി വന്ന എറണാകുളം ജില്ല, പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമായിരുന്നു എൻ്റേത്. അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞ വളരെ ദൂരമുള്ള എവിടെയോ ഉള്ളൊരു സ്ഥലം, അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ ഈ സിനിമയുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ തങ്കമണി സംഭവത്തിനെ ബേസ് ചെയ്തൊരു കഥയുണ്ടെന്ന് രതീഷ് പറയും. രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ വേദന, അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവുകയുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വെച്ചാൽ റിയൽ ഇൻസിഡൻസിനെ ശരിക്കും ഒരു ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു കഥ എന്ന് ഞാൻ കേട്ടു. അപ്പോൾ അത് ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം, അയാളുടെ കുടുംബം, അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ആണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത്. ഇപ്പോൾ റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകൾ പറഞ്ഞു. ഇപ്പോൾ 12th ഫെയിൽ, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഇപ്പോൾ 2018 മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുള്ള
അത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ നാടിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. ആരെയും മോശമാക്കുന്ന എന്നുള്ളൊരു സിനിമ തന്നെയല്ല. ഇപ്പോൾ രമേശ് ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണിയെ മാറട്ടെ എന്ന പ്രാർത്ഥന. കാരണം നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട്, ഈ സിനിമ നിങ്ങൾ കാണുക. കാരണം വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ, എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോൾ ജനങ്ങൾ ഇടയ്ക്ക് 3-4 വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു. അവിടുന്ന് നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ്. അവരാണ് ആദ്യത്തെ ദിവസങ്ങളുടെ സിനിമ ഒരു ആവേശമാക്കുന്നത്. അവരെല്ലാവരും ഇപ്പം ആഴ്ചയിൽ 1-2 സിനിമ കാണാൻ അവർ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സുവർണ്ണകാലം വീണ്ടും തുടങ്ങുന്നു. അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി കരുതണമേ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ, അതിൽ ഇപ്പം പ്രണീത ഇവിടെ ഉണ്ടായിരുന്നു. പ്രണീത വളരെ ഇന്നത്തെ ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നീത പിള്ള, അതുപോലെ അജ്മൽ, പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ഇപ്പം അമ്പി ചേച്ചി എൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതാണ്. പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക, അതുപോലെ ശിവകാമി, പിന്നെ മിനു ഒക്കെ വോയിസ് ഓഫ് സത്യനാളിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ഉണ്ട്. രമ്യ കോടതി സംശയം ബാലം വക്കീലിലുള്ളതാണ്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ മലയാളി അല്ല എന്നാണ് വിചാരിച്ചത്. നല്ല ഫ്ലുവൻ്റായിട്ട് മലയാളം പറഞ്ഞ കേട്ടപ്പോഴാണ് സുദേവ് നായർ. ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്, കൂടെ എപ്പോഴെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്. നല്ല രസമായിട്ട് മലയാളം പറയുന്നത്, നല്ല കോമഡി ഉള്ള ഒരാൾ, കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. താമസിക്കേണ്ട അദ്ദേഹത്തിനെ കോമഡിയിലും കാണണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അജ്മൽ എൻ്റെ നാട്ടുകാരനാണ്. ഞാൻ എന്നിട്ട് പറയുന്നത് ഈ സിനിമയിൽ അജ്മൽ വന്നത് നമ്മളോടുകൂടിയുള്ള സ്നേഹത്തിന്റെ പുറത്തും കൂടിയാണ് എന്നുള്ള പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് 2 കൺട്രീസ് വരികയൊക്കെ ചെയ്താണ്. അതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടറാണ് ഉല്ലാസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അപരനായിട്ടൊക്കെയാണ് ഞാൻ ആ സിനിമയിൽ, അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കണ്ടതാണ് ആ സിനിമയൊക്കെ. പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ 2 സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്ത് നിന്നാണ്. നമ്മുടെ സമ്പത്ത് റാവ് സാറും അതുപോലെ തന്നെ ജോൺ ബേ ബ്രദർ പോയിട്ടില്ല വരുമാ. അതൊരു 1.5 സാധനം നിങ്ങൾക്ക് മനസ്സിലായത്. ഏത് നിമിഷത്തിലും നമ്മൾ ചെയ്യുന്നത് വളരെ സീരിയസ് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ സീനാണെങ്കിൽ പോലും ഷോട്ട് കഴിഞ്ഞാൽ മാറി എന്ന് എല്ലാവരോടും കോമഡി പറയുന്ന ഒരു രീതിയായിരുന്നു. അത് രതീഷും ഒട്ടും മോശമൊന്നുമല്ല. അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നതൊക്കെ. ഈ സിനിമ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഞാൻ ആരെങ്കിലൊക്കെ വിട്ടുപോയിട്ട് ക്ഷമിക്കുക. അതുപോലെ ഇവിടെ വന്ന് ഈ ഓഡിയോ ലോഞ്ച് ഗംഭീരമാക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും, അതുപോലെ പറയാൻ വിട്ടുപോയി, ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആൾക്കാർ വെറുതെ വിടാൻ പാടില്ല. കാരണം സൂപ്പർ ഫിലിംസ് ചൗധരി സർ, അതുപോലെ റാഫിക്ക, ഇഫാർ മീഡിയ, അതുപോലെ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സുജിത്ത്, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ മലയാള സിനിമയിലെ ഡ്രീം ബിഗ് ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജയിലർ, ലിയോ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള സിനിമകൾ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഡ്രീം ബിഗ് ഹൗസ് ആണ്. അവരുടെ അടുത്ത പടമാണ് മാർച്ച് 7 നമ്മളുടെ തങ്കമണി. ഈ സിനിമയും പ്രിയപ്പെട്ട പ്രേക്ഷകരും എല്ലാവരും മീഡിയയുടെ സപ്പോർട്ട് എല്ലാം ആവശ്യമാണ്. നിങ്ങൾ ഈ സിനിമ ഗംഭീരമാക്കി തരിക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതുപോലെ ഇവിടെ വന്ന എല്ലാവരോടും പ്രിയപ്പെട്ട സമയം ജസ്ജോ ഒക്കെ പറഞ്ഞത് ശരിയാണ്. അതിൽ മമ്മാസ് എനിക്ക് വലിയ സന്തോഷമുണ്ട് പരിചയം. ജിബിനെ ഒന്നും, ജിബിൻ, അരുൺ ഞങ്ങളുടെ സുഹൃത്ബന്ധമാണ്. അതിൽ അസീസ്, ഞങ്ങൾ 4 പേരോട് ഇതിൽ 4-5 പേര്, സുദേവ് അടക്കം. അപ്പോൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് വെറും ഈ കരയാൻ മാത്രമുള്ള അങ്ങനെ ചിന്തിക്കേണ്ട. പിന്നെ ഇതൊരു മസാല അടിപ്പടമൊന്നുമല്ല. നമ്മൾ കുടുംബമുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വലിയ സന്തോഷം. താങ്ക്സ് ഫോർ ജോയിനിങ് us. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ കാണാത്തൊരു കാര്യമാണ്, ഒരാൾ വന്ന് നമ്മൾ ആ ഒരു സിനിമയിൽ നായകനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ വന്ന് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുക. അതൊരു ക്വാളിറ്റി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഡയറക്റ്റിൽ തുടങ്ങിയതാണ്. ഇപ്പോ പ്രതീക്ഷനാണെങ്കിലും വന്നിട്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്ന അഭിപ്രായം. ഇപ്പോ ദിലീപേട്ടൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞാണ് അവരെ ആശംസിച്ചതും അത്
അതുപോലെ തന്നെ ആ ഒരു നന്ദി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടായ്മ തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ വിജയം അല്ലെ? അല്ല, ഇത് ഭയങ്കര ടീം വർക്ക് തന്നെയാണ്. അതുപോലെ പക്ഷേ ഞാൻ പറയാൻ വിട്ടുപോയി, വിളിച്ചത് നന്നായി. നമ്മളെ നല്ല ഭംഗിയിൽ കാണിച്ച മനോജ് പിള്ള, അതുപോലെ ഇതില് എല്ലാം ഒരുക്കി കൊടുത്ത മനോജ് ചകർ. ഞങ്ങള് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ വിനോദയാത്ര, അതുപോലെ കൽക്കട്ട ന്യൂസ്, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ് എന്നുവെച്ചാൽ പിന്നീട് നിൽക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് മണിയണ്ണനെ അറിയാലോ. പണ്ട് സൈൻ എന്ന് പറഞ്ഞ സിനിമയിൽ ജോസാറിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയാണ് മണിയാണ്. പിന്നെ എന്റെ സഹോദരൻ അയ്യോ സന്തോഷ് ഭായ്, ഐ എം സോ സോറി പറയാൻ വിട്ടു. കാര്യം എന്നെ ഓടിച്ചിട്ട് ഇടിച്ച ആൾക്കാരാണ്. രമ്യൊക്കെ വിചാരിക്കണ പോലെ ഒന്നും അല്ല. ഈ സിനിമയിലെ ഏറ്റവും വലിയ കരാട്ടും ചൂടൊക്കെ അറിയാവുന്ന നീത്ത സൈലന്റ് ആയപ്പോ വയലന്റ് ആയത് രമ്യാണ്. അടിപൊളി. അപ്പൊ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് വിജയൻ, സിദ്ദിഖ തുടങ്ങിയ ആൾക്കാരിവിടെ വന്നിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു കോമ്പിനേഷനുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു വർക്കാണ് ഈ സിനിമയിലേക്ക്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ആ ഒരു പുതിയ കോമ്പിനേഷൻ? കാരണം നമുക്കറിയാം 148ാമത്തെ സിനിമയാണ്. 148ാമത്തെ സിനിമയിൽ വന്നിട്ട് എനിക്കിത് പുതിയൊരു കോമ്പിനേഷൻ ആണെന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അതാണ് പറഞ്ഞില്ലേ, എനിക്ക് എന്താണെന്നറിയില്ല ഈ സിനിമയിൽ. ഇപ്പൊ അവിടെ നിന്ന് ഈ സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക്, ഞാൻ ബിഗ് സ്ക്രീനിലാണ് ഇപ്പോ ആ തങ്കമണി എന്നുള്ള പാട്ട് കണ്ടപ്പോൾ എന്റെ കണ്ണറിയേണ്ടത് അറിഞ്ഞു. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചാണ്, പക്ഷെ എന്നാലും അതിനുണ്ടാക്കിയ ഫീല്, അത് നമുക്ക് വേണ്ടി പാടിയ ആൾക്കാർ, അവരോടുമൊക്കെ നന്ദി പറയണം. വില്യം, വിധു, വിധു അല്ല, സോറി, പ്രമാനൻ, എല്ലാവരോടും പ്രത്യേകം. ദേവാനന്ദ്, ദേവാനന്ദ് പേരുകൾ വേറെയൊക്കെയാണ്. ഇതിനു മുമ്പ് മീശോനം ചെയ്യുമ്പോൾ വേറെ പേരായിരുന്നു, പ്രതാപ്. അപ്പൊ ഇവരിടക്കിടയ്ക്ക് പേര് വാങ്ങിച്ചു, നമുക്ക് ടെൻഷനാണ്. ഇല്ലേ, അന്ന് പാടുമ്പോ പ്രതാപല്ലേ, അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ചേട്ടാ ഞാൻ പേര് പറ്റി ദേവാനന്ദം ആക്കിയത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോന്ന് പറയണോ? ഇനി മാറ്റില്ല, ഫിക്സ്. ഓക്കെ, ഡൺ. ആളിപ്പോ വിചാരിക്കണ്ട മാറ്റണ്ടായിരുന്നു വിചാരിക്കണ്ട. ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. സോ ദിലീപേട്ട, താങ്ക്സ് എ ലോട്ട്. ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ എത്തി. എനിക്കറിയാം ദിലീപേട്ട സിനിമയാണ്, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോ എന്താന്ന് വെച്ചാൽ രാവിലെ തുടങ്ങി, ഇന്നലെ തുടങ്ങി പ്രൊമോഷന്റെ പരിപാടിയായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്നിട്ട് സത്യം പറഞ്ഞിട്ടൊരു വെളിവ് പോയിട്ട് അടിപൊളി. പക്ഷെ രാവിലെ തൊട്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ സിനിമ ഈ മാർച്ച് 7 തിയേറ്ററിൽ എത്തുമ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നവർ തന്നെയാണ് നമ്മുടെ മീഡിയ ആളുകൾ, അല്ലെ? അപ്പൊ നമ്മുടെ മീഡിയ ടീമിന് നല്ലൊരു കൈയടി കൊടുക്കാൻ പറ്റിയ ദിവസം നിങ്ങളുടെ ഒരു ത്രൂ സപ്പോർട്ട്. നമ്മൾ പറഞ്ഞ മലയാള സിനിമയുടെ സുവർണ്ണ കാലമാണ്. അതിന് ഒരു മികച്ച കാരണം നിങ്ങൾ ഓരോരുത്തരും കൂടിയാണ്. തീർച്ചയായും. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഓർമ്മ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അയ്യോ, ഞാൻ പറയാൻ വിട്ടു, എന്നെ നിങ്ങളുടെ മുമ്പിൽ പല രൂപത്തിലെത്തിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. മായാമോഹിനിയായിട്ടും സൗണ്ട് തോമയൊക്കെ ആയിട്ട് എന്നെ ഈ രൂപത്തിലെച്ച റോഷൻ എന്നെ എഴുതി സോ സോറി. ഇത് വളരെ അത്രയും കഴിവുള്ള മേക്ക്മാനിൽ എടുത്തു പറയേണ്ട ഒരാളാണ് റോഷൻ ജി. ഐ എം സോ സോറി. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര നെർവസ് ആയി. എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഭയങ്കര നെഞ്ചിടിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് ലിസ്റ്റിൻ ഭായ്, ഷാജു ഭായ്, എല്ലാവരോടും നന്ദി, ഒരുപാട് നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഇവിടെ വിട്ടുപോയിട്ടില്ല. ഓക്കെ, സുൽത്താനോടല്ലേ സംശയം ചോദിക്കുന്നത്? ഉറപ്പല്ലേ? ജോൺ ബ്രദർ വന്നിട്ടില്ല. സാർ, അത് ഡ്രസ്സെല്ലാം എങ്കിൽ പോയിച്ചു സാർ, അത് യാറ് വാങ്ങിച്ചു. Thank you. Love you, brother. Thank you so much. Thanks a lot, Dilipeta. Thanks a lot for joining us. ഒരു നല്ല കൈയടി കൊടുക്കാം. നമ്മൾ ഏവരും മനസ്സിലാക്കിയുള്ള ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുകയാണ് ഫോർ തങ്കമണി. ഇനി ആരെങ്കിലും ഇല്ല പറഞ്ഞു പോയിട്ടുണ്ടോ ആരെങ്കിലും ദിലീപേട്ട? ഇല്ല. പറഞ്ഞു ഒന്ന് എഴുന്നേറ്റ് കൈവക്കാം. കട്ടപ്പനയിൽ ഞങ്ങൾക്ക് എല്ലാം ചെയ്തെന്ന ആള്, ഇതില് പോലീസ് വേഷം ചെയ്തെന്ന ആളാണ്. അതേറ്റ് വിളിക്കണം, രണ്ട് വാക്ക് സംസാരിക്കണം.
താങ്ക്സ് ലോട്ട്. ഒരു നല്ല കൈഡി കൊടുക്കാം ഒരിക്കൽ കൂടി. താങ്ക്സ് ലോട്ട്. നമ്മുടെ തങ്കമണി എന്ന സിനിമയില് ഓരോ ഭാഗങ്ങളും ഓരോരുത്തർ ചെയ്തിട്ട് ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇതൊരു കൂട്ടായ്മയാണ്, ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. അപ്പോ ആ ദിവസം മറക്കണ്ട, മാർച്ച് 7 തിയേറ്ററിലെത്തുകയാണ്.